അതായത് രാമായണത്തെ വെറും കഥയായി കാണാതെ രാമായണത്തിലെ തത്വചിന്തകളെ, രാമായണത്തിലെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജീവിത സന്ദേശങ്ങളെ അതിൽ നിന്ന് അടർത്തിയെടുക്കാനും പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം. മുതിർന്നവരാണ് പലപ്പോഴും വഴി കാണിക്കേണ്ടത്. പക്ഷെ അവര് കഥ മാത്രം പറഞ്ഞു പോകുന്ന, കഥയില്ലാത്തവരായി അധപ്പതിച്ചു പോകുന്നു. അതാണ് നമ്മുടെ ഒരു ശാപം എന്ന് പറയുന്നത്. കാരണം കഥകൾക്കുള്ളിലൂടെ തലമുറകൾക്ക് സന്ദേശം കൊടുക്കാനുള്ള കഴിവ് നമ്മുടെ മുതിർന്നവർക്ക് നഷ്ടപ്പെടുമ്പോഴാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്. ഇന്നത്തെ യുവത്വം നിങ്ങൾക്കറിയാം, ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളുടെയും നടുക്കാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലഹരി പിടിച്ചെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്പറേഷൻ നിശ്ചയിച്ചു. അതിനുവേണ്ടി പ്രവർത്തിക്കണം. എന്താണ് കാരണം? യുവാക്കളെ വളരെയധികം അതൊക്കെ സ്വാധീനിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അവരതിലേക്ക് വീഴുന്നത്? തലതിരിഞ്ഞ കാരണവന്മാർ തന്നെയാണ്. കാരണവന്മാര് ഈ രാമായണം പോലുള്ള കൃതികളൊക്കെ കഥാരൂപത്തിൽ വായിച്ചു പോയി. കഥകൾക്കുള്ളിലൂടെ തലമുറകളെ നയിക്കാൻ നമ്മൾ ആരും ശ്രമിച്ചില്ല. അപ്പൊ അവര് ലഹരിയുടെ പിന്നാലെയും മദ്യത്തിന്റെ പിന്നാലെയും അവര് വഴിതെറ്റിപ്പോയി. എന്നിട്ട് നമ്മൾ തലമുറകളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? തലമുറകളല്ല പ്രശ്നം, നയിക്കേണ്ടവരാണ് പ്രശ്നം. ഗീതയില് 3-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം കുരുതേ ലോക തദനുവർത്തതേ. ലോക അനുവർത്തതേ, ലോകം അനുവർത്തിക്കും. ആരെയാണ് ലോകം അനുകരിക്കുക? യത് ആചരതി ശ്രേഷ്ഠ. ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ ആചരിപ്പിക്കാൻ, പരിശീലിപ്പിക്കാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ മുതിർന്നവരൊക്കെ TV സീരിയലിലും TV ന്യൂസിലും മൊബൈലിലും അടിമകളായിപ്പോയി. അവർക്കിത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം എന്ന ആഗ്രഹമുള്ളവര് വളരെ കുറവാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഹിന്ദുക്കളുടെ രാധപ്പതനം. അതുകൊണ്ട് എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൂടെയില്ലാത്തൊരവസ്ഥയെ. മുസ്ലിം സമുദായം അവര് മതം കൊണ്ടു നടക്കുന്നത് അവരുടെ ഐക്യത്തിനാണ്. അതുകൊണ്ട് സൗദി അറേബ്യയിൽ ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ 30 കോടി പിരിച്ച് അവനെ കൊണ്ടുവരും. ഒരു ഹിന്ദു പെൺകുട്ടി യമനിലെ ജയിലിൽ കിടക്കുന്നുണ്ട്, അതിനെ കൊണ്ടുവരാൻ 9 കോടിയാണ് ചോദിച്ചത്. എന്നിട്ടും കൊടുക്കാൻ നമുക്ക് പൈസ ഇല്ലേ നമുക്ക്? കാരണം നമുക്ക് അത്രയുള്ള ബന്ധങ്ങൾ. കാരണം നമ്മൾ കഥ പാടിപ്പോകുന്നവരാണ്, എന്തോ കഥയില്ലാത്തവരായി തീരുന്നവരാണ്. അപ്പൊ ഹിന്ദു സമൂഹത്തിന്റെ ഐക്യമില്ലായ്മയ്ക്കും ഹിന്ദു സമൂഹത്തിന് നയിക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഇത്തരം കൃതികളെ നമ്മളൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാതെ പോയതാണ്. ഇനിയെങ്കിലും മുതിർന്നവരൊക്കെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാതെ വല്ലതൊക്കെ പഠിച്ച് വല്ലതൊക്കെ മനസ്സിലാക്കി ഇത് പ്രചരിപ്പിക്കാൻ മുന്നോട്ടിറങ്ങിയാൽ ഒരു മാറ്റം സമൂഹത്തിലുണ്ടാവും. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ജനിച്ചും ജീവിച്ചും മരിച്ചും പോകും. ആരറിയുന്നു? ഒരു ദിവസം മണ്ണിലേക്ക് ചേരും. അതാണ് ഇപ്പോഴത്തെ ഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാവാനാവട്ടെ രാമായണ സപ്താഹങ്ങളൊക്കെ. അല്ലാതെ രാമായണം കേൾക്കാൻ, കഥ കേൾക്കാനായി വരുന്നവരാവരുത്. കഥകളെ കാലഘട്ടത്തിന്റെ സന്ദേശങ്ങളാക്കാൻ എന്താണ് എനിക്കും നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇവിടെ ഓരോ കഥയും നമ്മളൊന്ന് സുസൂക്ഷ്മം വായിച്ചാൽ മതി, ശ്രദ്ധയോടെ വായിക്കണം. അപ്പോഴാണ് ആ കഥയുടെ ഉള്ളിൽ പലതും ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. ഇന്നലെ നമ്മൾ കണ്ടത് ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും കൂട്ടി വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയും കഴിഞ്ഞ് ഇനി സീതാസ്വയംവരത്തിന് പുറപ്പെടുന്ന ആ ഒരു രംഗാണ്. പോകുന്ന വഴിക്ക് അഹല്യയെ മോക്ഷം കൊടുത്ത കഥകളൊക്കെ നമ്മൾ ഇന്നലെ വിസ്തരിച്ചു കണ്ടു. ജനക മഹാരാജാവിന്റെ പുത്രിയായ സീതാസ്വയംവരത്തിലേക്കാണ് ഇനി നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ സീതാസ്വയംവരം നടക്കണമെങ്കിൽ ജനക മഹാരാജാവ് ഒരു വലിയൊരു പരീക്ഷണം വെച്ചിട്ടുണ്ട്. തൻ്റെ മകളെ അങ്ങനെ രാജാവിന്റെ ഒരു ചുറുക്ക് കണ്ടിട്ട്, അല്ലെങ്കിൽ രാജാവിന്റെ ഒരു രാജകുമാരന്മാരുടെ ഒരു മഹിമ കണ്ടു കൊടുക്കില്ല. തനിക്ക് കിട്ടിയിരിക്കുന്ന, വരദാനമായി കിട്ടിയിരിക്കുന്ന വലിയ ഒരു ശിവ വില്ലിനെ
ഞാണ് വലിച്ചു കെട്ടി പൊട്ടിക്കുന്നവർക്ക് മാത്രമേ, ആ വീര്യചുൽക്കം കാണിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ മകളെ കൊടുക്കുകയുള്ളൂ എന്ന് രാജാവ് വളരെ നിർബന്ധമായി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശിവ ശസ്ത്രത്തെ കാണാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷി രാമനെയും കൂട്ടി നേരെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹത്തിന്റെ ഗുരുതുല്യനായ സദാനന്ദ മഹർഷി വിശ്വാമിത്ര മഹർഷിയെയും ശ്രീരാമസ്വാമിയും ലക്ഷ്മണനെയൊക്കെ സ്വീകരിച്ചു. അവർക്ക് വേണ്ട താമസിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം ശ്രീരാമസ്വാമി തയ്യാറായി. അങ്ങനെ അവിടെ വലിയ ഒരു ഹാളിലാണ് ആ വില്ല് കൊണ്ടുവച്ചിരിക്കുകയാണ്. ആ വില്ലിന്റെ കടിഞ്ഞാൺ കെട്ടാൻ വേണ്ടി പലരും രണ്ടറ്റവും പൊട്ടിച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ആരും അതിൽ വിജയിക്കുന്നില്ല. എല്ലാവരും തോറ്റുപോവുകയാണ്. ഈ സമയത്താണ് ശ്രീരാമസ്വാമി, ഈ വരികളൊക്കെ ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്, ശ്രീരാമസ്വാമി നേരെ ചെന്ന് ആ വില്ലിൻ എടുത്ത് നവിനെ ഞാനൊന്ന് നോക്കാം എന്നുള്ള അഹങ്കാരത്തിലല്ല ചെയ്യുന്നത്. ഇവിടെ ശ്രീരാമസ്വാമിയോട് വിശ്വാമിത്ര മഹർഷിയാണ് പറയുന്നത്, വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നത് കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ, എല്ലാമാം ആകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. ഈ ഒരു വരി മാത്രം മതി ശ്രീരാമസ്വാമിക്ക് എങ്ങനെയാണ് ആ വില്ലിന്റെ കടിഞ്ഞാൺ കെട്ടാൻ സാധിച്ചത്. ഇത് ഇന്നത്തെ തലമുറകൾക്ക് നല്ലൊരു സന്ദേശമാണ്. അതായത് ഇന്നത്തെ വിദ്യാഭ്യാസവും ഇന്നത്തെ ചുറ്റുപാടും ഇന്നത്തെ വീട്ടിലെ സാഹചര്യവും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതില് അവരിലൊക്കെ മുഴച്ചു നിൽക്കുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് തങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് എന്തൊക്കെയോ സാധിക്കും എന്നുള്ളൊരു അഹങ്കാരവും ധാർഷ്ട്യവുമാണ്. ആ ഒരു അഹങ്കാരം പലപ്പോഴും എനിക്കെല്ലാം സാധിക്കുമെന്ന എടുത്തുചാട്ടം പലപ്പോഴും ചിലപ്പോൾ ചിലത് ക്ലിക്കാവും, ചിലത് ക്ലിക്കാവില്ല. ഈ എടുത്തുചാട്ടം പലപ്പോഴും എത്തിക്കുന്നത് അവരുടെ അപകടത്തിലേക്കുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ വിശ്വാമിത്ര മഹർഷിയുടെ സമ്മതത്തോടു കൂടി മാത്രമാണ് ശ്രീരാമസ്വാമി വില്ലെടുക്കുന്നത്. അവിടെയാണ് നമുക്ക് ഈ വാക്ക് മനസ്സിലാക്കേണ്ടത്, ഗുരുത്വം എന്നുള്ളത്. ഗുരുത്വം എന്ന വാക്കിനർത്ഥം വിനയമുള്ളവരാവുക. എന്താണ് ഈ വിനയം എന്നൊക്കെ ഉള്ളത്? ഈ രാമായണത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യ മനസ്സിന്റെ ചില യോഗ്യതകളാണ്, മനുഷ്യ മനസ്സിന്റെ കുറെ ക്വാളിറ്റീസാണ്. ഈ മനസ്സിനുള്ള ക്വാളിറ്റികളാണ് രാമായണത്തിലൂടെ തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ മനസ്സിനെ കുറിച്ചുള്ള ഒരു ചിന്തയൊന്നും ആർക്കുമില്ല. എങ്ങനെയുള്ള മനസ്സായാലും കുഴപ്പമില്ല, കുറെ പഠിക്കണം, ജോലി വേണം, പൈസ വേണം, എങ്ങനെയുള്ള മനസ്സായാലും കുഴപ്പമില്ല എന്നാണ്. അതുകൊണ്ട് കുറെ കഴിഞ്ഞാൽ വീടുകളിലൊക്കെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഇല്ലാത്ത അന്തരീക്ഷങ്ങളായി. അപ്പൊ ഇവിടെയാണ് ശ്രീരാമസ്വാമിയിലെ ആ വിനയം നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് വിനയം എന്ന് പറയുന്നത്? മനസ്സിനെ ശാന്തമാക്കി വെക്കാനുള്ള ക്ഷമയും സഹനശക്തിയും വിനയവും വിവേകവും ഒക്കെയാണ് മനസ്സിന്റെ യോഗ്യതകൾ. അപ്പൊ മനസ്സിനെ ശാന്തമാക്കി വെക്കാനുള്ള കഴിവ്, മനസ്സിനെ ഒരു സഹനശക്തി ഉണ്ടാവുക. അപ്പൊ മനസ്സിന് സഹനശക്തി ഇല്ലാത്തവർക്ക്, മനസ്സിന് ക്ഷമാശക്തി ഇല്ലാത്തവർക്ക്, പ്രക്ഷുബ്ധ മനസ്സുകൾക്ക്, അക്ഷോഭ്യ മനസ്സുകൾക്ക് എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഭവങ്ങളും മാത്രമേ ഉള്ളൂ. അവർക്ക് എവിടെയും നന്നാവാൻ പറ്റില്ല, പുരോഗതി ഉണ്ടാവില്ല. ഇവിടെ രാജാക്കന്മാരൊക്കെ വന്നിരിക്കുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അവരുടെ അസ്വസ്ഥമായ മനസ്സ്, കാരണം സീതയെ കിട്ടണം എന്നൊറ്റ ഒരു മോഹമാണ്. സീതയെ കിട്ടണം എന്ന ഒരു അമിതമായ ആങ്സൈറ്റി, അമിതമായ ഒരു ചിന്ത, അത് അവരുടെ മനസ്സിനുണ്ടാകുന്ന പ്രക്ഷുബ്ധത. ഈ പ്രക്ഷുബ്ധതയാണ്, ഈ അസ്വസ്ഥതയാണ് പലപ്പോഴും വിചാരിച്ച കാര്യം നേടുന്നതിന് അവരെ തടസ്സം സൃഷ്ടിക്കുന്നത്. ഇതാണ് നമ്മൾ രക്ഷിതാക്കളായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. എങ്ങനെ മനസ്സിന്റെ പ്രക്ഷുബ്ധതയെ ശാന്തമാക്കാം, എങ്ങനെ മനസ്സിന്റെ അസ്വസ്ഥതയെ ശാന്തമാക്കാം. അപ്പൊ അതിനുള്ള ഒരു ക്ഷമാശീലം, അതിനുള്ളൊരു സഹനശക്തി, ഇതില്ലാത്ത മനസ്സ് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും
കാര്യമില്ല. നിങ്ങൾ കണ്ടുവല്ലോ, പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും നിങ്ങൾ. വലിയൊരു കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നൊരു കമ്പനിയുടെ വലിയ ചെയർമാൻ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ, 12,000 കോടിയുടെ ആസ്തിയുള്ള ഒരാള് ഇൻകം ടാക്സുകാർ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്റെ തോക്കെടുത്ത് നെറ്റിക്ക് നേരെ വെച്ച് വെടിവെച്ച് സ്വയം മരിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും ഇപ്പൊ അടുത്ത കാലത്ത് കേട്ടതാണ്. അപ്പൊ നോക്കൂ, അദ്ദേഹത്തിന് പണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അദ്ദേഹത്തിന് കമ്പനി നടത്താനുള്ള കഴിവുണ്ട്, അദ്ദേഹത്തിന്റെ കീഴിൽ നിരവധി എഞ്ചിനീയർമാരും MBA-ക്കാരും വലിയ വലിയ പ്രൊഫൈലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു തോക്കെടുത്ത് വെടിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ സമയത്ത് കടന്നു പോകുന്ന പ്രക്ഷുബ്ധതയെ സഹിക്കാനുള്ള, നേരിടാനുള്ള, മറികടക്കാനുള്ള ഒരു ശാന്തത മനസ്സിൽ ഇല്ലാതെ പോയി. അപ്പൊ നോക്കും, ബുദ്ധിയിൽ എന്തൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായാലും, ബുദ്ധിയിൽ എന്തൊക്കെ അറിവുണ്ടായാലും മനസ്സ് പ്രക്ഷുബ്ധമാണെങ്കിൽ ഒന്നും മനുഷ്യന് നേടുവാനോ ഇനി നേടിയാൽ തന്നെ നിലനിർത്തുവാനോ സാധ്യമല്ല. ഇത് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് വിവാഹം നടത്തി കൊടുക്കുന്നു വീട്ടുകാര്, പക്ഷെ മനസ്സ് മുഴുവൻ പ്രക്ഷുബ്ധമാണ്. അവർക്ക് എങ്ങനെ കുടുംബജീവിതം കൊണ്ടു നടക്കാൻ പറ്റുന്നു? എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ബഹളായി, അടിയായി, വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി. അതുകൊണ്ട് ഹൃദയബന്ധങ്ങളില്ല. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കണ്ടെത്തണം. ശ്രീരാമസ്വാമിക്ക് എങ്ങനെയാണ് ഈ ഒരു വില്ലിന്റെ കടിഞ്ഞാൺ മുറുക്കി കെട്ടി അത് പൊട്ടിക്കാൻ സാധിച്ചത്? സാധാരണ രീതിയിൽ അച്ഛനമ്മമാര് കഥ പറയുമ്പോഴല്ലോ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗം ശ്രീരാമസ്വാമി എന്തോ ഈ സൂപ്പർമാനെ പോലുള്ള ഒരാളാണെന്നാണ്. അങ്ങനെയാണ് തെറ്റിദ്ധാരണ. കാരണം കുട്ടിക്കാലത്തെ നമ്മൾ സൂപ്പർമാന്റെ ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു മജീഷ്യന്റെ കഴിവൊക്കെയാണ് രാമന് കൊടുത്തിരിക്കുന്നത്. കാരണം ദൈവമാണല്ലോ. എന്നാൽ വാസ്തവത്തിൽ രാമൻ ഒരു ദൈവരൂപത്തിലല്ല വാൽമീകി മഹർഷി അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് രാമായണത്തെ ശരിയായ രീതിയിൽ ആരും മനസ്സിലാക്കി തന്നിട്ടില്ല. കാരണം ഈ അച്ഛനമ്മമാരൊക്കെ രാമനെ ദൈവമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ദൈവത്തിന് ഇപ്പൊ വില്ല് പൊട്ടിക്കാൻ എന്താ പ്രയാസം? ദൈവത്തിന് ഇപ്പൊ കടിഞ്ഞാണ് വലിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഈ രീതിയിലാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഒരു ധാരണ? രാമനോട് പ്രാർത്ഥിച്ച രാമൻ നമ്മുടെ വില്ലും പൊട്ടിച്ചു തരുന്നതാണ്. ഈ അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു. എന്നാൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും നമ്മളെ വരികൾക്കിടയിലൂടെ വായിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും രാമൻ പോലും ഈ മഹത്തായൊരു കാര്യം ചെയ്യുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ്, ഗുരുത്വം. അപ്പൊ ആ ഗുരുത്വം എന്ന് പറയുന്നത് എടുത്തുചാട്ടമില്ലായ്മയാണ്. ഗുരുത്വമുള്ളവർക്ക് എടുത്തുചാട്ടം ഉണ്ടാവില്ല. ഗുരുത്വമുള്ളവർക്ക് മാനസികമായ ഒരു ക്ഷമയും സഹനശക്തിയും ഒക്കെ ഉണ്ടാവണം. അപ്പൊ അതില്ലാതെ പോകുമ്പോൾ പ്രക്ഷുബ്ധതയുള്ള മനസ്സ്, അസ്വസ്ഥമായ മനസ്സ്, വളരെ ചഞ്ചലമായ മനസ്സ്, അത് എവിടെയും ഒന്നും നേടിയെടുത്താൽ പോലും നിലനിർത്താൻ കഴിവില്ലാത്തതാണെന്ന ഒരു സന്ദേശം നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അവിടെയാണ് ക്ഷേത്രങ്ങളുടെയൊക്കെ റോളുകൾ. എന്തിനാണ് ക്ഷേത്രം എന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. ക്ഷേത്രം എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ പ്രക്ഷുബ്ധതയെ നമുക്ക് എന്താണ് നിയന്ത്രിക്കാനുള്ള ഒരു കേന്ദ്രമാണത്. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ദൈവം, അവിടെയാണ് നമുക്ക് പലപ്പോഴും ഈ അച്ഛനമ്മമാരൊക്കെ വഴിതെറ്റിച്ചത് കുട്ടികളെ. അമ്പലം ഒരു ദൈവത്തോട് സ്ഥലമാക്കി നമ്മൾ മാറ്റി. അതൊക്കെ നമുക്ക് പറ്റിയ തെറ്റുകളാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് പാദഭക്തി ഉണ്ടാവാനാണ്. പാദം കൊണ്ട് വിനയവും, എപ്പോഴും മനസ്സിലൊരു ബോധമുണ്ടാവണം, ഭഗവാനെ ഞാൻ അവിടുത്തെ ഒരു ഉപകരണമാണ്, നിമിത്തമാണ്, അവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആത്മസമർപ്പണവും അതേപോലെ തന്നെ മനസ്സിൽ ഒരു ആത്മശക്തിയും, ഇത് രണ്ടും ഉള്ളവരായി മാറുക. ആ ഒരു ആത്മശക്തി, എന്തും എനിക്ക് സഹിക്കാൻ, എന്തും എനിക്ക് ഉൾക്കൊള്ളാൻ, എന്തും എനിക്ക് ക്ഷമയോടെ കടന്നു പോകാനുള്ള ഒരു ശക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടാവണേ. ഇതൊക്കെ പകർന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിൽ പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുള്ളൂ. അല്ലാതെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഗുണമെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? മനുഷ്യന് ഇത് രണ്ടും നേടിയെടുക്കാം. വിനയവും അതുപോലെ മനസ്സിനുള്ള വികാസവും, മനസ്സിനുള്ള ക്ഷമാശക്തിയും സഹനശക്തിയും. ഇതൊക്കെ ഹിന്ദു സമൂഹം ശരിക്കും നേടിയെടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ഹിന്ദുക്കൾ ഇങ്ങനെ ആവില്ലായിരുന്നു. അമിതമായ മദ്യത്തിനോ ലഹരിക്കോ അടിമപ്പെടില്ലായിരുന്നു. വീടുകളിൽ വഴക്കും അടിയും കുത്തും തമ്മിൽ തല്ലും ഉണ്ടാവില്ലായിരുന്നു. നല്ല കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വലിയ കാര്യമാണ്,
രാമൻ പോലും സീതയെ നേടുന്നത്, വില്ല് വലിച്ചു കെട്ടുന്നത് രാമന്റെ ഒരു ദൈവീകമായ പരിവേഷം കൊണ്ടല്ല എന്ന് നമ്മൾ രാമായണത്തിലൂടെ മനസ്സിലാക്കണം. ദൈവമായതുകൊണ്ട് രാമൻ അങ്ങോട്ട് കെട്ടാൻ പറ്റി വില്ല് പൊട്ടിച്ചു എന്നുള്ളതല്ല. രാമൻ പോലും ഇത് നേടിയെടുത്തത് വിനയത്തിലും ക്ഷമയിലും സഹനശക്തിയിലും ശാന്തതയിലുമുള്ള ഒരു മനസ്സോടെയാണ്. ഈ മനസ്സ് രാമന് നേടിയെടുക്കാൻ സാധിച്ചത് ഗുരുത്വമാണ്. അതാണ് നമുക്ക് അച്ഛനമ്മമാരൊക്കെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. ശരിക്കും അച്ഛനമ്മമാരെ ഒരു ഗുരുവായി മാറേണ്ടത് അവിടെയാണ്. കുട്ടികളിൽ ക്ഷമാശീലം, സഹനശക്തി, വിനയം, വിവേകം, മാനസിക വികാസം ഇതൊന്നും കുട്ടികളിൽ വരുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു പട്ടിയും പൂച്ചയും ഇണചേർന്ന് കുട്ടികൾ ഉണ്ടാവുന്ന പോലെ ഇണചേർന്ന് കുട്ടികൾ ഉണ്ടായി എന്നല്ലാതെ ഒരു മാനുഷിക സംസ്കാരമുള്ള കുട്ടികളെ വളർത്തിയില്ല എന്നുള്ളതാണ്. പട്ടിയും പൂച്ചയും ഇണചേർന്ന കുട്ടികളാവും. അത് പ്രകൃതിയുടെ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണത്. അതിനിപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കാരണം ഏത് സ്ത്രീയുടെ ഗർഭപാത്രത്തിലും ബീജം വീണ് കഴിഞ്ഞാൽ അണ്ടവുമായി ചേർന്ന്, അത് ഓവുലേഷൻ സമയത്താണെങ്കിൽ അണ്ടവുമായി ചേർന്ന് അതൊരു എംബ്രിയോ ആയി രൂപപ്പെടുന്നുള്ളത് ബയോളജിയാണ്. അതിനിപ്പോ പ്രത്യേകിച്ച് സ്ത്രീക്ക് അതിലൊന്നും പങ്കില്ല. സ്ത്രീക്ക് ഇപ്പം എന്താ ചെയ്യാനുള്ളത്? അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീയാണോ? അത് പ്രകൃതിയാ സംഭവിക്കുന്നതാണ്. അങ്ങനെ രൂപപ്പെടുന്ന ഒരു കുട്ടി, അതാണ് ആ കുട്ടിയെ വളർത്തുന്നതാണ് ഒരമ്മയുടെ അച്ഛൻ്റെയും ജോലി എന്നുള്ള ഒരു തെറ്റായ ധാരണ അച്ഛനമ്മമാർക്കുണ്ടായി. അതാണ് ഇന്ന് അധപ്പതനം ഉണ്ടായത്, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിന്. അപ്പോ ഒരു ബയോളജിക്കലി കുട്ടികളെ വളർത്തുന്നതിലല്ല, കുട്ടികളെ സ്കൂളിലും ട്യൂഷനിലും പറഞ്ഞയക്കുന്ന അതിൽ മാത്രം ഒതുങ്ങിക്കാതെ ഒരു കുട്ടിയുടെ മനസ്സിന് വികാസമുണ്ടാവണം, ശക്തി ഉണ്ടാവണം, ക്ഷമാശീലം ഉണ്ടാവണം, സഹനശക്തി ഉണ്ടാവണം, വിനയമുണ്ടാവണം, വിവേകമുണ്ട്. ഇതൊക്കെ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാര് കുറവാണ്. കാരണം അച്ഛനമ്മമാർക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. അച്ഛനമ്മമാർക്ക് വിവരം ഉണ്ടെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അച്ഛനമ്മമാരെന്ന് പറയുന്നത് ആചരതി ശ്രേഷ്ഠ. ഗീതയിൽ ആ വരി എടുത്ത് നോക്കുമ്പോൾ ആചരിച്ച് കാണിക്കുന്നവരാണ് ശ്രേഷ്ഠൻ. നോക്കൂ, ദശരഥ മഹാരാജാവ് അതങ്ങനെ ആചരിച്ചിട്ടില്ല, എന്നാൽ കൗസല്യ അത് ആചരിച്ചിട്ടുണ്ട്. കൗസല്യ അത് ആചരിച്ചുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി രാമനെ ഉണർത്തുമ്പോൾ പാടുന്ന വരികളിലെ ആദ്യത്തെ വരി തന്നെ കൗസല്യ സുപ്രജ എന്നാണ്. ദശരഥ സുപ്രജ എന്ന് പറഞ്ഞില്ല. കാരണം ദശരഥൻ അത്രമാത്രം വളർന്നിട്ടില്ല എന്നുള്ളത് നല്ലോണം അറിയാം. ദശരഥനെ പോലെ ആവരുത് രാമൻ എന്ന ബോധം കൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി കൂട്ടിക്കൊണ്ടുപോയതും രാമനെ. ദശരഥനെ പോലെ ആയിരുന്നുവെങ്കിൽ രാമനും കൊള്ളരുതാത്തവനാകുമായിരുന്നു. മനസ്സിലായില്ലേ? അതാണ് കുറെ കുട്ടികളെ കൊള്ളരുതാതാക്കുന്നതിൽ അച്ഛനമ്മമാർക്ക് നല്ല പങ്കുണ്ട്. ഒരുപക്ഷെ അച്ഛനമ്മമാരിൽ നിന്ന് അവർ മാറി താമസിച്ചിരുന്നെങ്കിൽ കുറെ കുട്ടികളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ അതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് എന്തിനാണ് ഈ രാമായണം കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രാമായണം കേൾക്കുന്നത് എല്ലാ കർക്കിടകത്തിലും വായിച്ചു തീർക്കാനല്ല. രാമായണം വായിക്കുന്നത് ഒരച്ഛനമ്മമാരുടെ റോൾ എന്താണ്, അത് നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങളുടെ കുട്ടികളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കുട്ടികളായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളിൽ ക്ഷമാശീലം, കുട്ടികളിൽ സഹനശക്തി, കുട്ടികളിൽ വിനയം, കുട്ടികളിൽ വിവേകം, ഇത്തരം യോഗ്യതകൾ കുട്ടികളുടെ മനസ്സിന് വന്നിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. അത് കിട്ടാൻ ഗുരുത്വം വേണം. ഈ പറയുന്ന അത്ര എളുപ്പത്തിൽ കിട്ടില്ല. കാരണം വിനയമുണ്ടാവുക, വിവേകമുണ്ടാവുക, അതുപോലെ ക്ഷമാശീലം ഉണ്ടാവുക എന്ന് അത്ര എളുപ്പമല്ല. കാരണം ആർജിച്ചു വച്ച പൂർവജന്മ വാസനകള് മനുഷ്യന്റെ സ്വാർത്ഥ ചിന്തയെ വളരെ ഉണർത്തും. എത്ര സ്വാർത്ഥ ചിന്ത ഉണരുന്നുണ്ടോ അത്ര പ്രക്ഷുബ്ധമാണ് മനസ്സ്. നിങ്ങൾ നോക്കൂ, പല രാജാക്കന്മാർക്കും ഈ കടിഞ്ഞാൻ കെട്ടാൻ പറ്റാത്ത എന്തായിരിക്കും കാരണം സീതയെ കിട്ടണം എന്നുള്ള സ്വാർത്ഥത അവരെ മനസ്സിന് അത്രയും ആ സ്വാർത്ഥത കയറി പിടിച്ചു. എനിക്ക് സ്വന്തമാക്കണം, എൻ്റേതാക്കണം സീതയെ. ഈ സ്വാർത്ഥത എന്നത് ഇന്നത്തെ വിദ്യാഭ്യാസം കൊടുക്കുന്ന, ഒരു സമൂഹം കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഫോഴ്സാണ്. അപ്പൊ നോക്കൂ, കുറെ പാറ്റകൾ സമരം ചെയ്തു ഡൽഹിയിൽ. അപ്പൊ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അതിന് വഴങ്ങി കൊടുത്തു. ഇവരുടെയൊക്കെ വിചാരം എന്താണ്? ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് വിജയിച്ചത് എന്നുള്ളതാണ്. അപ്പം സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് ഇവർക്ക് അറിയില്ല എന്താന്നുള്ളത്. തൽക്കാലം സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര മന്ത്രിയെ മാറ്റുന്നു, അതുപോലെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ there must be something. സെൻട്രൽ ഗവൺമെന്റ് ഇതൊന്നും അറിയാതെ ചെയ്യില്ല. ഏത് കാര്യത്തിന്റെ പിന്നിൽ അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും.
പക്ഷെ കുട്ടികൾ എന്താ വിചാരിക്കുന്നത്, ഞങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ് അത് കിട്ടുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു അഹങ്കാരം വരുമ്പോൾ, എന്ന് മനുഷ്യന്റെ ഉള്ളിൽ അഹങ്കാരം വന്നോ അന്ന് അധപ്പതനമായി. അത് പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിനെ വളരെ സ്വാധീനിച്ചു കഴിഞ്ഞു. അത് വല്ലാതെ, പ്രത്യേകിച്ച് കേരളത്തിൽ അത് വളരെ കൂടി വരുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ, ക്ഷേത്രങ്ങളുണ്ട്, പലതുമുണ്ട്, പക്ഷെ അതൊന്നും പ്രയോജനപ്പെടുന്നവർ വളരെ കുറവാണ്. വളരെ സങ്കടം തോന്നും. നമ്മളിപ്പോ ഗുരുവായൂരിലൊക്കെ പോയി കഴിഞ്ഞാലല്ലോ, അവിടെ ഗുരുവായൂരിൽ ഇപ്പൊ ചെമ്പൈ ഉത്സവം നടക്കുകയാണ്. അവിടെയൊക്കെ ബഹളങ്ങളാണ്. എന്താ ബഹളം വെച്ചാൽ, എന്റെ മോളെ പാടാൻ സമ്മതിച്ചില്ല, എന്റെ മോനെ പാടാൻ സമ്മതിച്ചില്ല, നിങ്ങൾ അവിടെ അത് കാണിച്ചു. ഈ കഴുതകൾ അറിയുന്നുണ്ടോ, ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ആ ശക്തിയുടെ മുന്നിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അവിടെ പോയി ബഹളം വെക്കുന്നതാണോ ഭക്തി? ഇത് കമ്മിറ്റിക്കാരെ മാത്രമാണോ കേൾക്കുന്നത്? ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ശക്തിയുടെ മുന്നിൽ ഞാൻ ആ സ്റ്റേജിൽ തന്നെ ഇരുന്ന് പാടണം എന്താ എനിക്കൊരു നിർബന്ധം ഉണ്ടാവേണ്ടത്? ഞാൻ അപ്പുറത്തിരുന്ന് പാടിക്കൂടെ എനിക്ക്? ഞാൻ ആ ഗുരുവായൂരപ്പനെ അല്ല കാണുന്നത്, എന്റെ അഹങ്കാരത്തെ, എന്റെ ധാർഷ്ട്യത്തെയാണ് കാണുന്നത്. ഇതെന്തു ഭക്തിയാണ്? അച്ഛനമ്മമാർ അവിടെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എനിക്ക് സ്റ്റേജിൽ പാടാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇരുന്ന് പാടിയാൽ മതി. ഗുരുവായൂരപ്പൻ എപ്പോഴും അനുഗ്രഹിക്കുന്നത് വിനയവും വിവേകവും ക്ഷമയും സഹനശക്തിയുള്ളവരെയാണ്. ധാർഷ്ട്യവും അഹങ്കാരവും സ്വാർത്ഥതയുള്ളവരല്ല. ഇത് ഏത് അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കും? അച്ഛനമ്മമാര് അവിടെ പോയി ബഹളം വെക്കും. ആ കമ്മിറ്റിക്കാരുടെ അടുത്ത് ഞാൻ കാണുന്ന കാര്യം, കണ്ട കാഴ്ചകളാ പറയുന്നത്. ഇത് എന്ത് ഭക്തിയാണത്? ഇതാണോ ഗുരുവായൂരപ്പന്റെ ഭക്തി? എന്നിട്ട് നമ്മൾ ഗുരുവായൂരിപ്പ്, പിന്നെ എന്തിനാ ഗുരുവായൂരിൽ പോയി പാടാൻ പോണത്? ഈ ബഹളം വെക്കാനാണ്. ഞാൻ പറയണ മനസ്സിലാവട്ടെ. ഇത്ര അതപ്പതിച്ചു പോയി ഹിന്ദുക്കള്. ഇതാര് ശരിയാക്കുന്ന എനിക്കറിയില്ല. കാരണം മനസ്സിന് യോഗ്യത വേണം എന്ന് പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മമാരില്ല. എല്ലാവർക്കും അഹങ്കാരവും ധാർഷ്ട്യവും സ്വാർത്ഥതയും മത്സരവും പോരും ഇതൊക്കെയാണ് വലുതായി പോയത്. അതുകൊണ്ടാണ് ഈ രാജാക്കന്മാർക്ക് സീതയെ കിട്ടാതെ പോയത്. രാമന് സീതയെ കിട്ടിയ രാമൻ ദൈവമായതുകൊണ്ടല്ല. അത് തെറ്റി പറഞ്ഞു കൊടുക്കരുത് കുട്ടികൾക്ക്. രാമൻ ദൈവമായതുകൊണ്ടല്ല, രാമന് ഗുരുത്വമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ രാമൻ ദൈവമായിരുന്നെങ്കിൽ രാമൻ എന്തിനാ ഈ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നത്? അദ്ദേഹത്തിന് ദൈവമല്ല, അങ്ങോട്ട് പൊട്ടിച്ചു പറയുന്നത്. ആ രാമൻ ചെന്ന് നോക്കൂ, വിനയാന്വിതനായിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ സമ്മതം ചോദിക്കുകയാണ്. അപ്പോഴാണ് മഹർഷി പറയുന്നത്, രാമ പോ, നിനക്ക് കല്യാണമേ ഭവിക്കൂ എന്ന് മഹർഷി അനുഗ്രഹിക്കുമ്പോൾ അതാണ് ഗുരുത്വം. അതാണ് നമ്മുടെ തലമുറകൾക്കില്ലാത്തത്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ നന്നാവാത്തത്. ഹിന്ദുക്കൾ നന്നാവണമെങ്കിൽ മനസ്സിന് കുറെ യോഗ്യതകൾ വേണം, അല്ലാതെ ഹിന്ദുക്കൾ നന്നാവില്ല. കുറെ ബിസിനസ് ചെയ്തു, നമ്മൾ പണം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ കുറെ ജോലി ചെയ്തു, ഞാൻ നല്ല പൊസിഷനിലെത്തി, അതുകൊണ്ട് മാത്രം നമ്മൾ നന്നാവില്ല. നമുക്ക് ആ മനസ്സിന് കുറെ എന്ത് വേണം? യോഗ്യത വേണം. ആ യോഗ്യത ഉണ്ടാവാനാണ് നമ്മൾ നിരന്തരം പരിശ്രമിക്കുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതും ഭാഗവതം കേൾക്കുന്നതും രാമായണം കേൾക്കുന്നതും രാമായണം വായിക്കുന്നതൊക്കെ യോഗ്യത വരുത്തേണമേ എന്ന് പൂന്താനം പറഞ്ഞ പോലെ ആ യോഗ്യത നേടിയെടുക്കാനാണ്. ഇപ്രകാരം ശ്രീരാമസ്വാമിയുടെ ആ ഒരു വിനയാന്വിതമായ പെരുമാറ്റത്തില് ശ്രീരാമസ്വാമി ചെന്ന് കടിഞ്ഞാൺ മുറുക്കിക്കെട്ടി അങ്ങനെ ആ വില്ല് പൊട്ടിക്കുന്നതോടുകൂടി സീതയെ ശ്രീരാമസ്വാമി വരിക്കുന്നു. ഈ ഒരു ഭാഗം ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്. ദൈവമായ രാമൻ സീതയെ കല്യാണം കഴിക്കുന്നല്ല സീതാ സ്വയംവരം. അത് തെറ്റായി ഹിന്ദുക്കൾ പ്രചരിപ്പിച്ചു. കാരണം നമുക്ക് എളുപ്പം അതാണ് ഹിന്ദുക്കൾ എളുപ്പം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇതിൽ നിന്നൊരു മാറ്റം വരുത്തണം. എങ്ങനെയുള്ള രാമൻ? ഗുരുവിൽ നിന്ന് അനുഗ്രഹം കിട്ടിയ, ഗുരുത്വം കിട്ടിയ രാമന്റെ അഭിനയലിതമായ ക്ഷമയോടുകൂടിയ സഹനശക്തിയുള്ള ശാന്തചിത്തമായ മനസ്സുകൊണ്ട് രാമൻ കടിഞ്ഞാൺ വലിച്ചു കെട്ടി വില്ലു പൊട്ടിച്ച് സീതയെ വരിച്ചു. എനിക്കും രാമന്റെ ആ മാനസികാവസ്ഥ നേടിയാൽ മാത്രമേ എൻ്റെ ജീവിതത്തിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ആ ഒരു യോഗ്യതയുള്ളൊരു മനസ്സ് രാമൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് സീതയെ കൈവരിക്കാൻ രാമന് സാധിച്ചത്. ഇത് നമ്മളാരും കേട്ടിട്ടില്ല, ഇതാരും പഠിപ്പിക്കുന്നുമില്ല, ആരും പറഞ്ഞും കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ സീതയെ അങ്ങനെ കൈവരിക്കുന്ന സമയത്ത് രാമായണത്തിൽ നമുക്ക് കാണാം, ഇടിവെട്ടിയിടും വണ്ണം ഈ നടുങ്ങി രാജാക്കന്മാരും രാമൻ ആ വില്ല് പൊട്ടിക്കുന്നതോടുകൂടി ബാക്കിയുള്ളവരൊക്കെ ഞെട്ടി തകർന്നുപോയി. കാരണം ആ വില്ല് പൊട്ടുമ്പോൾ ഇവരൊക്കെ എന്തിനാ ഞെട്ടുന്നത്? കാരണം രാമന്റെ ആ മഹത്വം, ഇങ്ങനെയുള്ളൊരു മനസ്സുള്ളവർക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് എന്തുണ്ടായിട്ടും, ഇവരൊക്കെ പല രാജാക്കന്മാരും കുലമഹിമയും രാജമഹിമയും അതുപോലെ സമ്പത്തും ഒക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ എന്നിട്ടും അവർക്കിതൊന്നും കൈവരിക്കാൻ സാധിച്ചില്ല.
എന്നത് നമുക്ക് കാണിച്ചു തരുന്നത് ഈ രാജാക്കന്മാർക്കില്ലാത്ത ചില യോഗ്യത ആർക്കുണ്ടായിരുന്നു? രാമനുണ്ടായിരുന്നു. രാമൻ ആ ഗുരുത്വമുണ്ടായിരുന്നു. ഗുരുത്വമുള്ളവർക്ക് മാത്രമേ എന്തും നേടുവാനും നിലനിർത്താനും നന്നായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുള്ളൂ. ആ വിനയവും വിവേകവും ക്ഷമയും സഹനശക്തിയും ഇതൊക്കെ രാമന് ഉള്ളത് കൊണ്ട് രാമന് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു. ഇനി അത് കഴിഞ്ഞ് സീതാ സ്വയംവരം ഒക്കെ നടന്നു. അങ്ങനെ സീതാ സ്വയംവരം നടന്ന് രാജാക്കന്മാർ എല്ലാവരും തയ്യാറായി. ഇനിയിപ്പോ സീതയെ വിവാഹം കഴിക്കണം. അപ്പോഴേക്കും ശ്രീരാമസ്വാമിയുടെ കല്യാണത്തോടനുബന്ധിച്ച് തന്നെ ജനക മഹാരാജാവിന്റെ സഹോദരന്റെ പുത്രിമാരെ കൂടി ഈ വേദിയിൽ വെച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെയാണ് ലക്ഷ്മണനും അതുപോലെ ഭരതനും ശത്രുഘ്നനും ഒക്കെ ഒരു പെൺകുട്ടികളെ അവര് ജനക മഹാരാജാവിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ദശരഥ മഹാരാജാവിനെ വിവരം അറിയിച്ചു. അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ രാമന്റെ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളായി എന്ന്. ദശരഥ മഹാരാജാവ് പ്രതീക്ഷിച്ചിട്ടില്ല എത്ര പെട്ടെന്ന് കല്യാണം പോലും ആവുന്ന. ഇവിടെ യാഗരക്ഷയ്ക്ക് വേണ്ടി പോയ പാർട്ടിയാണ്. അപ്പൊ യാഗരക്ഷയും കഴിഞ്ഞിട്ട് കല്യാണ കത്തുമായിട്ടാണ് വരുന്നത്. മകന്റെ കല്യാണമൊക്കെ തീരുമാനമായി കഴിഞ്ഞു. അങ്ങനെ രാജാവിനെ വിവരം അറിയിച്ചു. അപ്പൊ ദശരഥനും കൂട്ടരും പുറപ്പെട്ടു. പറഞ്ഞു ഭരതനെയും ശത്രുഘ്നെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അങ്ങനെ എല്ലാവരും ജനകപുരിയിലെത്തി. ആ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ സീതാ സ്വയംവരം മാത്രമല്ല, നമ്മൾ പൊതുവെ സീതാ സ്വയംവരം മാത്രമേ ആഘോഷിക്കാറുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ലക്ഷ്മണ സ്വയംവരം ഉണ്ട്, ഭരത സ്വയംവരം ഉണ്ട്, ശത്രുഘ്ന സ്വയംവരം ഉണ്ട്. ഇവരൊക്കെ കല്യാണം കഴിച്ചു. ആരൊക്കെയാണ് ഇവര് കല്യാണം കഴിച്ചത്? രാമന്റെ കാര്യത്തിൽ നമുക്കറിയാം സീതാദേവിയാണെന്ന്. ലക്ഷ്മണന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ലക്ഷ്മണന്റെ ഭാര്യയുടെ പേര് നമ്മളെ ഹിന്ദുക്കൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇത്തിരി അബദ്ധമാണ്. ഊർമിളയാണ്. പിന്നെ ഭരതന്റെ ഭാര്യയുടെ പേര് മണ്ടോദരി. ഈ ഭരതന്റെ ഭാര്യയുടെ പേര് മനസ്സിലാക്കിയിട്ടുണ്ടോ? മാണ്ഡവി എന്നാണ്. അതുപോലെ ശത്രുഘ്നന്റെ ഭാര്യയുടെ പേര് ഒക്കെ അറിയുന്നവരാണ്. നമ്മൾ ഈ രാമായണം വായിക്കുമ്പോണ്ടല്ലോ വല്ലവരൊക്കെ നമ്മൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെ കൈകൂപ്പിക്കൊണ്ട് പറയുമോ നിങ്ങൾക്ക് നല്ല രാമായണത്തില് വിജ്ഞാനമുള്ളവരാണ് നിങ്ങള്. ആരാണ്? ശ്രുതകീർത്തി. ആരാണ്? ശ്രുതകീർത്തി. അങ്ങനെ 4 പേരെയാണ് ഇവര് കല്യാണം കഴിക്കുന്നത്. അപ്പൊ രാമൻ സീതയെ കല്യാണം കഴിച്ചു. ലക്ഷ്മണൻ ഊർമിളയെ കല്യാണം കഴിച്ചു. ഭരതൻ മാണ്ഡവിയെ കല്യാണം കഴിച്ചു. ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ കല്യാണം കഴിച്ചു. ഇങ്ങനെ 4 പേരുടെയും കല്യാണം അവിടെ വെച്ച് നടന്നു. കല്യാണമൊക്കെ ഗംഭീരായി. കല്യാണ സദ്യയും ഒക്കെ അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം. കല്യാണം ആരുടെ കൂടെയാണെന്നുള്ളത് നമുക്കറിയണ്ട, കല്യാണ സദ്യ നന്നായിട്ടുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ കല്യാണ സദ്യയൊക്കെ ഗംഭീരായി നടന്നു. അത് കഴിഞ്ഞ് വധൂവരന്മാര് ഇനി അയോധ്യയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ അയോധ്യയിലേക്ക് അവർ യാത്ര പുറപ്പെടുമ്പോഴാണ് ചില ദുർനിമിത്തങ്ങള് ലക്ഷണങ്ങളൊക്കെ വഴിയിൽ കാണുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഭയങ്കരമായ പൊടിയൊക്കെ വഴിയിൽ. അപ്പൊ മനസ്സിലായി ആരോ വരുന്നുണ്ട്, ആരോ അവർക്കെതിരെ വരുന്നുണ്ട്. അങ്ങനെ എത്തിച്ചേർന്നപ്പോഴാണ് അയ്യോ ഭയന്നുപോയി ദശരഥൻ. കാരണം ഭാർഗവരാമനാണ്, പരശുരാമനാണ് മഴവും പിടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. എന്താ ഇപ്പൊ ദശരഥൻ പേടിക്കാൻ കാരണം അന്ന് പരശുരാമൻ നടക്കുന്നത് ക്ഷത്രിയരുടെ തലവെട്ടാനാണ്. 21 വട്ടം ഭൂമിയിൽ കറങ്ങി ക്ഷത്രിയരുടെ തലവെട്ടാൻ വേണ്ടി. കാരണം അദ്ദേഹത്തിന്റെ അച്ഛനെ കാർത്തിവീര്യാർജുനൻ വധിച്ചതോടുകൂടി അന്ന് പ്രതിജ്ഞ ചെയ്താണ് ക്ഷത്രിയരെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെയാണ് ഈ ക്ഷത്രിയരുടെ കയ്യിൽ നിന്നും സമ്പത്ത് ബ്രാഹ്മണരുടെ കയ്യിലേക്ക് വന്നത്. പരശുരാമനായിരുന്നു അത്രേ അതിന് കാരണം. ഈ ഭാരതത്തിൽ ഒരിക്കലും ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണ മേധാവിത്വത്തെക്കാളും കൂടുതൽ ഇവിടെ ക്ഷത്രിയ മേധാവിത്വമായിരുന്നു. എന്നാൽ ക്ഷത്രിയന്മാരെയൊക്കെ പരശുരാമൻ കൊന്നൊടുക്കിയതിനു ശേഷം സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണരുടെ
കൈകളിലേക്ക് പോയി. കാരണം ക്ഷത്രിയരത്ര നല്ലവരല്ല, ദുഷ്ടന്മാരാണ്, നീചന്മാരാണ്, ദ്രോഹികളാണ്, സ്വാർത്ഥരാണ് എന്നതായിരുന്നു പരശുരാമസ്വാമിയുടെ അനുഭവം. അങ്ങനെ അദ്ദേഹം കുറെ ക്ഷത്രിയന്മാരെ വധിച്ചു. അങ്ങനെ ഇപ്പോഴിതാ പരശുരാമസ്വാമി ഏറെ പ്രകോപിപ്പിച്ചത് താൻ കൊടുത്ത വില്ല് പൊട്ടിക്കാൻ മാത്രം ഒരുത്തനോ, ഒരു ക്ഷത്രിയനോ, അതായിരുന്നു ഭാവം. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ മുന്നിലെത്തി ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, ഞാനൊഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കൽ. എന്നെക്കാളും വലിയൊരു രാമൻ വേറെ ആരാ ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പറയുന്നതിന്റെ ഒരു പിന്നിലുള്ള ധ്വനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്നേക്കാളും കഴിവുള്ള ഒരു ക്ഷത്രിയൻ വേറെ ആരാണ് ഉള്ളത്? കാരണം ഒരുവിധം ക്ഷത്രിയന്മാരെയൊക്കെ തലവെട്ടിക്കഴിഞ്ഞു. ഇനി ഏതൊരു ക്ഷത്രിയനാണ് എന്നെ വെല്ലാൻ, എന്നെക്കാളും കേവനായിട്ട് ഇവിടെ ഉള്ളത്? അപ്പൊ രാമനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ അത് പരശുരാമന്റെ വലിപ്പം പറയുന്നതിനേക്കാളുപരി രാമനോടുള്ള ഒരു പുച്ഛമായിരുന്നു, ക്ഷത്രിയന്മാരോടുള്ള ഒരു പുച്ഛത്തിൽ പറയുന്ന വാക്കുകളാണ്. നിങ്ങളാണോ വലിയവര്? എന്നെക്കാളും വലിയൊരു രാമനാണോ നീ എന്ന് ചോദിക്കുന്നത് ഒരു പുച്ഛം. അതായത് ക്ഷത്രിയന്മാരോട് അത്രേ പരശുരാമസ്വാമിക്ക് ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഒരു അവജ്ഞയോടുകൂടി കണ്ടു ക്ഷത്രിയന്മാരെ. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ദശരഥൻ അവിടുന്ന് മുങ്ങി. രാമനെ നിവൃത്തിയില്ല. കല്യാണം കഴിഞ്ഞ് പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ അനുഭവമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, രാമന്റെ തലവെട്ടാൻ നിൽക്കുന്ന പരശുരാമൻ. ആ സമയത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും എന്നുള്ളത്. വല്ലാത്തൊരു ഭയമുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തെ എങ്ങനെയാണ് രാമൻ സമാധാനമായിട്ട് നേരിടുന്നത് എന്നുള്ളതാണ്. അപ്പോ രാമൻ ഒരു നിമിഷം പരശുരാമസ്വാമിയുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, അങ്ങയെപ്പോലുള്ള മഹാന്മാര് ഞങ്ങളെപ്പോലുള്ള കുട്ടികളോട് ഇങ്ങനെയൊക്കെ ആക്രോശിച്ചാൽ എന്താ പറയുക? അങ്ങയോട് എന്താ ഞങ്ങൾ പറയുക? അങ്ങ് അത്രയും അറിവുള്ള, കഴിവുള്ള, കരുത്തുള്ള മഹാനാണ്. അപ്പൊ രാമൻ അങ്ങോട്ട് വിനയാന്വിതനായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അതിനുള്ളൊരു കഴിവുള്ളവരല്ല. അങ്ങ് കൊടുത്ത വില്ല് പൊട്ടിച്ചു എന്ന് പറയണത് അത് അങ്ങയുടെ കൂടെ അനുഗ്രഹം കൊണ്ട് പറ്റിയതാണ്. അങ്ങ് ഞങ്ങളോട് ഇങ്ങനെ ക്ഷോഭിക്കുന്നതിൽ എന്താ കാര്യമുള്ളത് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് വർത്തമാനമൊന്നും കേൾക്കണ്ട, നീ വലിയ കേമനാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്, ഞാൻ കൊടുത്ത വില്ല് പൊട്ടിച്ചു എന്നൊക്കെയാണല്ലോ, എന്നാ നിന്റെ കരുത്തൊന്ന് എനിക്ക് കാണണമെന്ന്. ഇപ്പൊ ശ്രീരാമസ്വാമിയുടെ കരുത്ത് പരശുരാമനൊന്ന് കാണണം. അപ്പൊ ആ കരുത്ത് എങ്ങനെയാ കാണിച്ചു കൊടുക്കുക? അങ്ങനെയാണ് വൈഷ്ണവജാപത്തെ ഒന്ന് കുലയ്ക്കാൻ പറയണത്. നിനക്ക് ഞാൻ കൊടുത്ത വില്ല് കൊലയ്ക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത് പൊട്ടിക്കാൻ സാധിക്കുമെങ്കിൽ, നീ എൻ്റെ കയ്യിലുള്ള വൈഷ്ണവജാപത്തെ ഒന്ന് കുലച്ച് കാണിച്ചു തരണം. അപ്പൊ ശ്രീരാമസ്വാമി വീണ്ടും വിനയാന്വിതനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അതിനൊന്നുള്ളൊരു കഴിവില്ല, ഞാൻ അത്ര സാമർഥ്യമുള്ള ഒരാളല്ല, ഞാൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതൊന്ന് കടിഞ്ഞാൻ വലിച്ചു കെട്ടി ഒന്ന് കൊലയ്ക്കാൻ പറ്റുള്ളൂ, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും കഴിവില്ല. അപ്പൊ ശ്രീരാമസ്വാമി നോക്കൂ, ഇവിടെയൊക്കെ നമുക്ക് കാണുന്നത് ഒരു ദൈവഭാവത്തിലല്ല നിൽക്കുന്നത്, ഒരു സാധാരണ മനുഷ്യന്റെ വിനയഭാവത്തിൽ, ഒരു മുന്നിൽ പരശുരാമനെ കാണുന്നത് ഒരു ഗുരുവിന്റെ ഭാവത്തിൽ കണ്ടുകൊണ്ട് വളരെ വിനയാന്വിതനായി ക്ഷമയോട് കൂടിയിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കാം, ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് പറയുന്ന ആ മാനസികാവസ്ഥയുണ്ടല്ലോ രാമന്റെ. അപ്പൊ അവിടെയൊക്കെ രാമൻ ഒരു ദൈവമായിരുന്നെങ്കിൽ, എന്നോടാണോ കളി, മര്യാദയ്ക്ക് വില്ലിങ്ങിടുതാ ഞാൻ കാണിച്ചു തരാം എന്നുള്ളൊരു ഭാവത്തിൽ രാമൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പരശുരാമൻ അപ്പ തീർത്തിട്ടുണ്ടാവും. അപ്പൊ പരശുരാമനെ പോലുള്ള ഒരു ക്ഷോഭിതനായ ആളെ പോലും വളരെ ശാന്തനാക്കി സ്വസ്ഥനാക്കിക്കൊണ്ട് ആ ശ്രീരാമസ്വാമി കാര്യങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെ പേരാണ് ഗുരുത്വം എന്ന് പറയുന്നത്, ഇതിന്റെ പേരാണ് മഹത്വം എന്ന് പറയുന്നത്, അല്ലെ? ആ ഗുരുത്വമാണ് ശ്രീരാമസ്വാമിയിൽ നമ്മൾ കാണുന്നത്. ഇതാണ് തലമുറകൾക്കും വേണ്ടതെന്നാണ് നമ്മൾ സന്ദേശം കൊടുക്കേണ്ടത്. നിൽക്കട്ടെ, ഏതായാലും ആ ഒരു വൈഷ്ണവജാപം രാമന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പൊ ചോദിച്ചു, ഞാൻ എങ്ങോട്ടാണ് കുലയ്ക്കേണ്ടത്? അപ്പൊ അത് കണ്ടപ്പോഴേ പരശുരാമസ്വാമിക്ക് മനസ്സിലായി, ഇദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല, ഇതിലെ ഇദ്ദേഹത്തിന് എന്തോ ഒരു ദൈവീകമായ
മഹത്വമുണ്ട്, ഗുരുത്വമുണ്ടെന്ന്. അപ്പൊ ശ്രീരാമസ്വാമിയുടെ ആ ഗുരുത്വവും മഹത്വവും ദൈവീകതയും മനസ്സിലാക്കിയത് കൊണ്ടാണ് പരശുരാമസ്വാമി ആ ഒരു വില്ല് കൊടുത്തു, കുലയ്ക്കാനും പറഞ്ഞു, അനുഗ്രഹിച്ചിട്ടാണ് പിന്നീട് പോകുന്നത്. ആ ശ്രീരാമസ്വാമിയെ തൊഴുതുകൊണ്ട് നമിച്ചുകൊണ്ട് തൻ്റെ ശക്തിയെല്ലാം ശ്രീരാമനിൽ പകർന്നു കൊടുത്തുകൊണ്ട് അദ്ദേഹം മഹേന്ദ്രഗിരിയിലേക്ക് പോകുന്നു എന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നോക്കൂ, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ, പരശുരാമസ്വാമിക്ക് വേണമെങ്കിൽ ദശരഥനോട് പറയാമായിരുന്നു. പക്ഷെ ദശരഥനോട് പറഞ്ഞില്ല. കാരണം ദശരഥൻ തൻ്റെ മുന്നിൽ ഒന്നുമല്ല. എന്നാൽ ഞാൻ കൊടുത്ത ശിവചാപം കടിഞ്ഞാൻ കെട്ടിയ രാമന് എന്തോ ചില കഴിവുകളുണ്ടെങ്കിൽ അതെനിക്ക് കാണണം. അപ്പം ശ്രീരാമസ്വാമി പരശുരാമസ്വാമി തുടക്കത്തിൽ വിചാരിച്ചത് രാമൻ അത്ര ഒരു കഴിവും അഹങ്കാരമൊക്കെ ഉള്ള ഒരാളാണെന്നാണ്. പക്ഷെ മറ്റൊന്ന് പരശുരാമസ്വാമിക്ക് മനസ്സിലായത്, രാമന് കഴിവുണ്ടെന്ന് മാത്രമല്ല, രാമനിൽ വിനയവും വിവേകവും ക്ഷമയും സഹനശക്തിയുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് പരശുരാമസ്വാമി ആരെ അനുഗ്രഹിക്കുന്നത്? ശ്രീരാമസ്വാമി അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടേക്ക് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട സന്ദേശം എന്താണ്? രാമൻ ഒരു ദൈവമായതുകൊണ്ടോ, രാമന് വില്ലെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടോ, രാമന് വേണമെങ്കിൽ വൈഷ്ണവജാപം കുലയ്ക്കാനുള്ള കഴിവ് മാത്രമല്ല, രാമനിലുള്ള വിനയത്തിന്റെയും വിവേകത്തിന്റെയും ക്ഷമയുടെയും സഹനശക്തിയുടെയും ആ ഒരു മഹത്വമാർന്ന സംസ്കാരത്തെയാണ് ഇവിടെ പരശുരാമസ്വാമി ആദരിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാവേണ്ട സമ്പത്തെന്ന് ഇവിടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ടോ? മനസ്സിലായില്ലേ? അവിടെയാണ് രാമായണം നമുക്കൊരുതരം സമ്പത്ത് നമ്മുടെ മനസ്സുകളിൽ നേടിയെടുത്താലേ നമ്മുടെ ജീവിതത്തിനും ഉയർച്ചയും ഉന്നതിയും മഹത്വവും ഉണ്ടാവുകയുള്ളൂ, അല്ലേ? അതല്ലേ വേണ്ടത്? ഈ രീതിയിൽ നമ്മൾ രാമായണം കേട്ടിട്ടില്ല. ഈ രീതിയിൽ ആരും നമുക്ക് രാമായണം പറഞ്ഞു തരുന്നില്ല. നമുക്കിപ്പോ എന്താ മനസ്സിലാക്കിയത്? പരശുരാമൻ വില്ല് മഴും കൊണ്ടുവരുന്നു, എന്നിട്ട് രാമൻ അവിടെ നിന്നു, എന്നിട്ട് രാമൻ അച്ഛന്റെ തല വെട്ടാതിരിക്കാൻ വളരെ കേണപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്, എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ അവസാനം വില്ലെടുത്ത് കൊലച്ചു. അങ്ങനെ രാമൻ ഒരു മഹത്വമാർന്ന ദൈവമായി കണ്ട് പരശുരാമൻ സ്തുതിച്ചു പോയി എന്നാണ്. പക്ഷെ എന്തുകൊണ്ട് രാമനെ പരശുരാമൻ അനുഗ്രഹിച്ചു എന്ന കാര്യം നമ്മൾ ആരും അത്ര ഗൗരവമായി പഠിച്ചിട്ടില്ല. അപ്പൊ അതിൽ നമുക്ക് വേണ്ടുന്ന ചില യോഗ്യതകള് നമ്മൾ പഠിച്ചെടുത്തിരുന്നെങ്കിൽ നമുക്ക് രാമന്റെ മഹത്വം മനസ്സിലാകുമായിരുന്നു. അപ്പോൾ രാമൻ എങ്ങനെയാണ് പരശുരാമനാകുന്ന ക്ഷത്രിയരെ കൊല്ലുന്ന ആളെ നേരിട്ട് ആ അപകടത്തിൽ നിന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കുന്നത് എന്ന് മാത്രമല്ല, രാമന്റെ ചില യോഗ്യതകൾ കണ്ട് പരശുരാമസ്വാമി പോലും ആ രാമനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് പ്രയോജനം ചെയ്യുമല്ലോ? ഇത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഏതായാലും ഇവിടെ നിന്ന് പിന്നെ ശ്രീരാമസ്വാമിയും കൂട്ടരും അയോധ്യയിലേക്ക് പോവുകയാണ്. പിന്നീട് അയോധ്യയിലുള്ള ജീവിതമാണ്. അങ്ങനെ അയോധ്യയിൽ അച്ഛനെ സഹായിച്ച്, ഭരതനും എല്ലാവരും ഒക്കെ സഹായിക്കുന്നുണ്ട് അച്ഛനെ, ഭരണകാര്യത്തിലൊക്കെ സഹായിച്ച് അങ്ങനെ കാലം മുന്നോട്ട് പോയി. എല്ലാം സന്തോഷത്തിന്റെ ആഘോഷമായി, ഉത്സവമായി, ദിനങ്ങൾ കടന്നു പോകുന്നത് അറിയാതെ അവരങ്ങനെ ജീവിതം മുന്നോട്ട് പോവാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു ദിവസം കേകയത്തിൽ നിന്നും കൈകേയിയുടെ സഹോദരൻ വന്ന് പറഞ്ഞു, അച്ഛനമ്മമാർക്ക് പേരക്കുട്ടികളെ കാണണം എന്നുള്ളൊരു മോഹമുണ്ട്, അതുകൊണ്ട് കൈകേയിയോട് പറഞ്ഞു കുട്ടികളെ രണ്ടുപേരെയും എൻ്റെ കൂടെ അയക്കണം. അങ്ങനെ ഭരതനെയും ശത്രുഘ്നെയും കേകയ രാജധാനിയിലേക്ക് അയച്ചു. 7 ദിവസം എടുക്കും അത്രേ അയോധ്യയിൽ നിന്നും എങ്ങോട്ട് പോവാൻ? കേകയത്തിലേക്ക് എത്താൻ. അത്രയും ദൂരം ഉണ്ടായിരുന്നു എന്നാണ്. അത് റഷ്യയിലല്ല വാസ്തവത്തിൽ. അതിരിക്കുന്നത്, ഈ കേകയ രാജ്യം ഇരിക്കുന്നത് ഇന്നത്തെ ഇറാന്റെയൊക്കെ ബോർഡറിലാണെന്നാണ് പറയുന്നത്, ആ ഭാഗങ്ങളിലാണെന്നാണ്. അപ്പൊ അന്ന് അത്രയും ദൂരം അവര് അഫ്ഗാനിസ്ഥാനിലാണ് കണ്ടഹാർ, നമുക്കറിയാം ഗാന്ധാരിയുടെ രാജ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് അത്രയും ദൂരേക്കൊക്കെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് നേപ്പാളിലാണ് വിദേഹ രാജ്യം എന്ന് പറയുന്നത്, അല്ലേ? സീതാദേവിയുടെ രാജ്യം നേപ്പാളിലാണ്. അപ്പൊ അങ്ങനെ
കേകയ രാജ്യത്തേക്ക് 7 ദിവസം എടുത്തു എന്നൊക്കെയാ പറയണത്. അത്രയും ദൂരെയായിരുന്നു എന്നർത്ഥം. നിൽക്കട്ടെ, ഏതായാലും ഇവർ രണ്ടുപേരും പോയി. ഇവിടെയാണെങ്കിൽ എന്തോ ചില ദുർലക്ഷണങ്ങള് ആരോഗ്യ സംബന്ധിച്ചും മറ്റും ദശരഥനെ വേട്ടയാടാൻ തുടങ്ങി. ദശരഥന് ചില പ്രശ്നങ്ങള്, വിഷമങ്ങള്. അപ്പൊ ദശരഥന് തോന്നി, ഈ രാജ്യം ഇനി സുരക്ഷിതമായിട്ട് രാമന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ യുവരാജാവിനെ വാഴിക്കാതെ ഈ രാജ്യം അനാഥമാവില്ല. ഈ രാമനെ രാജാവായിട്ട് മറ്റുള്ളവർ വാഴിക്കും. എന്നാലും അച്ഛൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ രാജാവ് എന്ന നിലയ്ക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതാണ് ഉചിതം എന്നൊരു ചിന്ത ദശരഥന്റെ മനസ്സിൽ കയറി. എന്തോ ചില ദുർലക്ഷണങ്ങളൊക്കെ തോന്നി അദ്ദേഹത്തിന്. ആരോഗ്യപരമായ പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പം ഹാർട്ടിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ തട്ടിപ്പോവോ എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പോ പെട്ടെന്ന് തന്നെ ഈ ചില പ്രായമായവർക്ക് ഇങ്ങനത്തെ ചില വെളിപാടൊക്കെ വരും. ഈശ്വര, ഞാൻ തട്ടിപ്പോയാൽ അതുകൊണ്ട് വില്ലൊക്കെ എഴുതി വെക്കും, വിൽപ്പത്രമൊക്കെ എഴുതി വെക്കും മക്കൾക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ അവര് തമ്മിൽ കലഹിച്ച് അവര് തമ്മിൽ ബഹളം വെക്കണ്ട. അപ്പൊ ഞാൻ ഇന്ന ഭാഗങ്ങളൊക്കെ ഇന്ന ആൾക്കും, ഈ ഭാഗങ്ങളൊക്കെ ഇന്നവർക്കും എന്നൊക്കെ പറഞ്ഞ് വിൽപ്പത്രമൊക്കെ എഴുതി വെക്കും. അത് ചിലപ്പം ചിലർക്ക് ഉൾവിളി വരും. എന്നിട്ട് ഇത് എഴുതി വെക്കുമ്പോഴായിരിക്കും ഇയാൾക്ക് ജീവൻ വരിക. അയ്യോ, ഇതൊക്കെ കൊടുത്തുപോയല്ലോ എന്ന്. ഈ കൊടുത്തുപോയി എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഇവർക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുന്നത്. അപ്പൊ പിന്നെ അതൊക്കെ കീറി വലിച്ചെറിഞ്ഞ് ഇനി രണ്ടാമത് എഴുതാം, ഇനി വയ്യാതെ ആവുമ്പോ നോക്കാം എന്നുള്ള രീതിയിൽ, മനസ്സിലായില്ലേ? ഈ രീതിയിലൊക്കെ വിൽപ്പത്രമൊക്കെ എഴുതി കീറി വലിച്ച് മാറ്റുന്നവരൊക്കെ ഉണ്ട്. ബോധം വരും തിരിച്ച്. ഇതുപോലെ ദശരഥനൊരു ചിന്ത, ഞാൻ തട്ടിപ്പോകുന്നതിന് മുമ്പ് രാമനെ യുവരാജാവായി വാഴിക്കണം. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്ത വന്നപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം വസിഷ്ഠരോടൊക്കെ പറഞ്ഞു ഈ കാര്യം. സുമന്ത്രര് മന്ത്രിയോടൊക്കെ പറഞ്ഞു. അപ്പം അന്നത്തെ കാലത്ത് ജ്യോതിഷികളൊക്കെ വളരെ കൊട്ടാരത്തിലുള്ളത് കൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പം ഇതാ ഏറ്റവും ശ്രേഷ്ഠമായ മുഹൂർത്തം പൂയം നക്ഷത്രം വരികയാണ്. അതുകൊണ്ട് പുഷ്യ നക്ഷത്രം, ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ തന്നെ രാമനെ നമുക്ക് യുവരാജാവായി വാഴിക്കാം. അപ്പൊ ദശരഥ മഹാരാജാവ് അത് കേട്ട ഉടനെ തന്നെ തീരുമാനമെടുത്തു. എന്നാൽ ഭരതൻ ഇവിടെ ഇല്ല, ശത്രുഘ്നൻ ഇവിടെ ഇല്ല. ഭാര്യമാരോടൊന്നും ചോദിക്കാം, അവരോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് എല്ലാവരോടും കൂടി ഒന്ന് ആലോചിച്ച് തീരുമാനിക്കാം എന്നൊന്നും ദശരഥൻ കരുതിയതേയില്ല. കാരണം ദശരഥന്റെ മനസ്സിലൊരു വിചാരം, ഞാൻ പറയുന്നതിനപ്പുറത്ത് മക്കളും ഭാര്യയും, ചില ആണുങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, എന്ത്, ഭാര്യയോടൊന്നും പറയാതെ തീരുമാനം എടുക്കും. കാരണം അവരുടെ വിചാരം ഞാൻ പറഞ്ഞതിനപ്പുറം ഒന്നും അവർ മിണ്ടില്ല എന്നുള്ളതാണ്. പിന്നെ തീരുമാനം എടുത്തിട്ടാണ് ഭാര്യയ്ക്ക്, നിങ്ങൾ ആരാ അങ്ങനെ തീരുമാനിക്കാൻ? ഞാൻ നിങ്ങളുടെ കീഴിലാണോ? എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവില്ലേ എന്നൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക, ഭാര്യ ഞാൻ പറയണത് മുഴുവൻ എടുക്കുന്നൊക്കെ വിചാരിച്ചത് വെറും പൊട്ടത്തരായിരുന്നു, വണ്ടത്തരായിരുന്നു എന്നുള്ളത് അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ കാലം ചിലത് മനുഷ്യനെ പ്രേരിപ്പിക്കും. നമ്മൾ ഈ കർമ്മഫലം എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അത് വളരെ സത്യമാണത്. പലപ്പോഴും ഈ കർമ്മഫലം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതായത് മനുഷ്യൻ പൂർവജന്മങ്ങളിലോ ഈ ജന്മത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പലതും കർമ്മഫലമായി നമ്മളെ വേട്ടയാടും. ഈ കർമ്മഫലം എന്ന് പറയുന്നത് ചിലത് പ്രതികൂലവും ചിലത് നമുക്ക് അനുകൂലവുമായിരിക്കും. അപ്പൊ ഈ കർമ്മഫലം എന്ന് പറയുന്നത് കാലം നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. കാലം ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഈ കർമ്മഫലം എങ്ങനെയാണ് പലരെയും പിടികൂടുകയാണ്. ചിലർ ഈ കർമ്മഫലം വിധിയാക്കുന്നതൊക്കെ അങ്ങനെയാണ്. എന്താണത്? ചില കാര്യങ്ങൾ കാലം തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രേരണ തരും. കാലം പ്രേരണ ഉണ്ടാക്കും. ഈ കാലം പ്രേരണയുണ്ടാക്കുമ്പോൾ ഗുരുത്വമില്ലാത്തവര്, എവിടെയോ വിവേകം നഷ്ടപ്പെടുന്നവര്, അവരെടുക്കുന്ന തീരുമാനം അപകടത്തിലാണെന്ന് അവരൊരിക്കലും അറിയേയില്ല. അപ്പോഴാണ് കർമ്മഫലം ദുരന്തമായി, ദുരിതമായി, ദുഃഖമായി, വിധിയായി മാറുന്നത്. മനസ്സിലായില്ലേ? അതായത് കാലം ചിലത് നമ്മളെ കൊണ്ട്, ഇപ്പം രാജാവ് തോന്നുകയാണ് ആരോഗ്യം ശരിയല്ല, അതുകൊണ്ട് എത്രയും വേഗം യുവരാജാവായി രാമനെ വാഴിക്കണം. അത് ആ ഒരു കർമ്മഫലം അദ്ദേഹത്തിന് പ്രേരിപ്പിക്കുകയാണ്. എന്തോ കാലം അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പ്രേരിപ്പിക്കണം.
എന്നാൽ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ എന്തെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഞാൻ എടുക്കുന്ന തീരുമാനം എൻ്റെ ജീവിതത്തെ ഇവിടെ താളം തെറ്റിക്കുമോ? ഇതൊന്നും ദശരഥ മഹാരാജാവ് അറിയുന്നില്ല. കാരണം കാലം ഇതൊന്നും അറിയാൻ സമ്മതിക്കില്ല. എന്നാൽ ഒരു ഗുരുത്വമുണ്ടെങ്കിലുണ്ടല്ലോ, ഗുരുത്വമുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ സാധിക്കും. നമുക്ക് ലക്ഷ്മണന്റെ കാര്യത്തിലൊക്കെ കാണാൻ പറ്റും. മാരീചൻ കരയുന്നത് മനസ്സിലാക്കിയ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ജ്യേഷ്ഠൻ അങ്ങനെ കരയില്ല, അത് ജ്യേഷ്ഠന്റെ കരച്ചിലേ അല്ല. അപ്പൊ കാലം അങ്ങനെ സീതയെ പ്രേരിപ്പിച്ച് രാമന്റെ കരച്ചിലാണ്. ലക്ഷ്മണനും അതേ കരച്ചിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്മണന്റെ മനസ്സ് പറയുന്നു, എൻ്റെ ജ്യേഷ്ഠൻ ഒരിക്കലും അങ്ങനെ കരയുന്ന പ്രശ്നമില്ല. അത്ര ഉറപ്പായിരുന്നു ലക്ഷ്മണൻ. പക്ഷെ സീതയ്ക്ക് ഉറപ്പായിരുന്നു അത് രാമന്റെ കരച്ചിൽ. അപ്പൊ ഒരു അപകടം വരുന്ന സമയത്ത് കാലം തെറ്റായത് ചിന്തിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കും. അതാണ് കർമ്മത്തിന്റെ ശക്തി എന്നുള്ളത്. നോക്കൂ, കർമ്മഫലം എന്ന് പറയുന്നത് പലരും വേട്ടയാടുന്നത് അങ്ങനെയാണ്. അവർക്ക് ആ ഗുരുത്വമില്ലാതെ വരുമ്പോൾ ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ കാലം അവരെ പ്രേരിപ്പിക്കും. ഇവിടെ ദശരഥ മഹാരാജാവിന് രാമനെ യുവരാജാവാക്കി വാഴിക്കണം എന്നുള്ള കാര്യത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, എന്താണ്, ഭരതൻ വന്നോട്ടെ, ലക്ഷ്മണൻ വന്നോട്ടെ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ചില കാര്യങ്ങളൊന്നും ഇതുപോലെ ആവില്ല നടക്കുന്നത്. പക്ഷെ അതൊന്നും കാത്തിരിക്കാൻ കാലം അദ്ദേഹത്തിനെ സമ്മതിച്ചില്ല. അദ്ദേഹം അപ്പോഴേക്കും തീരുമാനം എടുത്തു കഴിഞ്ഞു. തീരുമാനമെടുത്തു. വസിഷ്ഠരുണ്ട്, സുമന്ത്രരുണ്ട്, മന്ത്രിമാരുണ്ട്, എല്ലാവരുടെയും കൂടെ ചേർന്ന്, യെസ്, നീ കാത്തിരിക്കണ്ട, നമുക്ക് പൂയം നക്ഷത്രത്തെ തന്നെ രാമന്റെ യുവരാജ പട്ടാഭിഷേകം നടത്താം. എല്ലാവർക്കും ഉത്തരവ് കൊടുത്തു, അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊള്ളൂ. ഇപ്പൊ രാമന് അഭിഷേകം ചെയ്യാനുള്ള സ്വർണ്ണ കലശങ്ങളുണ്ട്, വെള്ളിക്കലശങ്ങളുണ്ട്. കാരണം തലയിൽ അഭിഷേകം ചെയ്തിട്ടാണല്ലോ പട്ടാഭിഷേകം ചെയ്ത് കിരീടധാരണം നടത്തുക. അപ്പൊ അതിനുള്ള തീർത്ഥജലം കൊണ്ടുവരണം ഗംഗയിൽ നിന്നും, അവിടെ നിന്നും, പല പുണ്യ നദികളിൽ നിന്നും. അതിനൊക്കെ ആളുകളെ ഏർപ്പാടാക്കി. അതേപോലെ തന്നെ ഹോമം ചെയ്യാനുള്ള ഋത്തിക്കുകളെ ഏർപ്പാടാക്കി. പിന്നെ അതേപോലെ മറ്റു കാര്യങ്ങൾ, അന്നദാനം, വസ്ത്രദാനം, പശുദാനം, അതിനൊക്കെ ഏർപ്പാടാക്കി. എല്ലാ കാര്യങ്ങളും ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു, എല്ലാം തയ്യാറാക്കി. രാജാവ് അത്രയും ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഇനി പൂയം നക്ഷത്രത്തിന്റെ അന്ന് രാമന്റെ പക്ഷാഭിഷേകം നടക്കുകയാണ്. എന്നാൽ ആ സമയത്ത് അനുജന്മാരായ ഭരതനും ഇല്ല, ശത്രുഘ്നനും ഇല്ല. ഈ കാര്യം ഭാര്യമാരോടൊന്ന് പോട്ടെ. കാരണം ഭാര്യമാരോട് ചോദിക്കാതിരിക്കാനുള്ള കാരണം രാജാവിന് അത്ര ഉറപ്പാണ്, ഞാനെടുത്ത തീരുമാനത്തിനപ്പുറം കാമ എന്ന് രണ്ടക്ഷരം ആര് പറയില്ല, ഭാര്യമാര് പറയില്ല എന്നുള്ളൊരു ഉറപ്പ് ആർക്കുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ മലയാളിയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം മലയാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയോടും നേരത്തെ തന്നെ, എന്ന് വെച്ചിട്ട് മലയാളികൾ അത്ര മോശമാണെന്നല്ല, എന്നാലും മുൻകൂട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, അല്ലേ? ശരിയല്ലേ? എന്നാ ഇദ്ദേഹത്തിന് തോന്നിയില്ല, ഭാര്യയൊക്കെ ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നൊക്കെയാണ് ആരുടെ വിചാരം? അത് ഒരുവിധ ആണുങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു വിചാരമുണ്ട്. ഉണ്ടോ? ഭാര്യയോടൊന്നും ചോദിക്കാതെ ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ ഭാര്യ കേട്ടിരുന്നോളും, മിണ്ടാതിരിക്കുമോ, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, അടിയൻ ഉത്തരവ് എന്നുള്ള രീതിയിൽ അവര് തലയൊക്കെ കുനിച്ച് അവര് ഉത്തരവ് പറയുന്നത്. പക്ഷെ ഇത് സംഗതി കൈമാറി എന്നുള്ള തലതിരിയുന്നുള്ള ഒരിക്കലും ദശരഥൻ അറിയുന്നില്ല. കാരണം കാലം അദ്ദേഹത്തിനെ ആ രീതിയിൽ ചില കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് തയ്യാറാക്കും. പാവം ആ ഒരു എക്സൈറ്റ്മെന്റില് എല്ലാ കാര്യങ്ങളും ഒരുക്കാനൊക്കെ ഉത്തരവ് കൊടുത്തു. ഇവിടെ ഒരുക്കങ്ങളൊക്കെ അതിഗംഭീരമായി നടക്കുന്നു. രാമനെ പട്ടാഭിഷേക വിവരം അറിയിച്ചു. രാമ, നീയാണ്, രാമൻ അല്ലെങ്കിലും യുവരാജാവാണ്, അച്ഛനെ എല്ലാ കാര്യത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഇന്നലെ വരെ ഓടി നടന്ന ഒരാളെ പിടിച്ചിട്ട് യുവരാജാവ് വെക്കല്ല. രാമൻ മുമ്പ് തന്നെ അച്ഛനെ സഹായിച്ച് ഇനി പ്രത്യേകിച്ച് ഇപ്പം ബിസിനസ്സിന് അച്ഛനെ സഹായിക്കുന്ന മക്കളുണ്ട്. അപ്പൊ ഒരു ദിവസം അച്ഛൻ പറയണം, ഇനി നാളെ മുതൽ നീ ഇവിടെ ഇരുന്നാൽ മതി, കൗണ്ടറിൽ ഇരുന്നാൽ മതി പറഞ്ഞാൽ അവരത്രയും അതിനുള്ള കഴിവുള്ളവരാണെങ്കിൽ പിന്നെ അച്ഛന് പ്രശ്നമില്ല. കാരണം അവരതിൽ അത്രയും എക്സ്പേർട്ടസ് ആയി കഴിഞ്ഞു. രാമനും ഇവിടെ യുവരാജാവായി എത്രയോ കാലമായിട്ട് അച്ഛനെ സഹായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ രാമൻ ഇതൊരു പുതുമയൊന്നുമല്ല. അപ്പം രാമനിനി വേണ്ടത് എന്താണ്?
യുവരാജാവായി ഒരു പ്രഖ്യാപനം മാത്രമേ വേണ്ടൂ. അപ്പൊ കിരീടധാരണം. അപ്പൊ ഇനി രാമൻ അങ്ങനെ രാജാവിന്റെ യുവരാജ സ്ഥാനത്തേക്ക് അവിടേക്ക് എത്തി വേണ്ടു. മീൻസ് ആ ഒരു പൊസിഷൻ രാമൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് തന്നെയാണ്. അപ്പോ ഇവിടെ അതൊക്കെ നിശ്ചയിച്ചതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നു. അത്രയും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. രാമനോടും ചില വ്രതനിഷ്ഠകളൊക്കെ ചെയ്യാൻ പറഞ്ഞു, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. ഇതൊക്കെ കഴിഞ്ഞ് പാവൻ ദശരഥ മഹാരാജാവ് പതിവ് പോലെ കൈകേയിയുടെ ഭവനത്തിലേക്ക് പോയി. ഇപ്പൊ രാജാവ് ആദ്യം കല്യാണം കഴിച്ചത് കൗസല്യാണെങ്കിലും കൈകേയിയെ കണ്ടോടുകൂടിയിട്ട്, കൈകേയി നല്ല സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവളാണെങ്കിൽ നല്ല സുന്ദരിയാണ്, ഒരുങ്ങി പുറപ്പെടാനൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ രാജാവ് പിന്നീട് കൈകേയിയെ കല്യാണം കഴിച്ചു. പിന്നെ രാജാവ് തൻ്റെ ഒഫീഷ്യൽ പത്നിയായിട്ട് കൊണ്ട് നടക്കുന്നത് കൈകേയിയാണ്. പിന്നെ കൈകേയിയുടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കൈകേയിക്ക് നല്ല ബുദ്ധി സാമർഥ്യവും പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും കാര്യപ്രാപ്തിയൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു ആര്? കൈകേയി. അങ്ങനെയാണ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് രഥചക്രം താഴെ വീണപ്പോഴേക്കും ഇവർ അതിനു വേണ്ടി തൻ്റെ വിരല് വെച്ചുകൊണ്ടോ എങ്ങനെയാ എന്തായാലും രഥചക്രം തകർന്ന് തരിപ്പണാവാതെ പിടിച്ചു നിർത്തി രാജാവിനെ രക്ഷിക്കാൻ ആർക്ക് പറ്റി? കൈകേയി. അങ്ങനെയൊക്കെയുള്ള സാമർഥ്യമുള്ള സ്ത്രീയായിരുന്നു ആര്? പിന്നീട് രാജാവ് വീണ്ടും ഒരു കല്യാണം കഴിച്ചു, സുമിത്ര. അതൊരു പാവം മിണ്ടാപ്പൂച്ചയായിരുന്നു. അത് പാലക്കാട് കണ്ണാടിന്നായിരിക്കണം, വളരെ ശാന്തഭാവത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടി. അതുകൊണ്ട് രാജാവ് അത്രമാത്രം അവളോട് അത്ര ഒരു കിന്നാരം പറയലും കൊഞ്ചലും കുഴയലൊന്നുമില്ല. അതൊരു പാവം ഒരു ഭാഗത്ത് അങ്ങനെ ഒതുങ്ങിക്കൂടി അതും അങ്ങനെ ജീവിച്ചു. അപ്പൊ ഇവിടെ രാജാവ് കൂടുതലും താമസിച്ചിരുന്നത് കൈകേയിയുടെ കൂടെയായിരുന്നു, കൈകേയി ഭവനത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ പതിവ് പോലെ രാജാവ് രാമനെ യുവരാജാവായിട്ട് വാഴിക്കാനൊക്കെ തയ്യാറെടുപ്പും അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നടക്കുന്നു. ഈ സന്തോഷമൊക്കെ രാജാവിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൈകേയിയുടെ ഭവനത്തിലേക്ക് പതിവ് പോലെ ചെന്നു. അന്ന് സംഭവം തകിടം മറഞ്ഞുപോയി. ഇനി കൈകേയിയുടെ ഭവനത്തിൽ ചെന്നപ്പോഴോ കൈകേയിയെ കാണാനില്ല. തോഴിമാരോട് ചോദിച്ചു, സഹായിക്കുന്ന സ്ത്രീകളോടൊക്കെ ചോദിച്ചു, എവിടെ പോയി രാജ്ഞി എന്ന്. പറഞ്ഞു, രാജ്ഞി ഇവിടെയല്ലപ്പോ, പിന്നെ ക്രോധാലയത്തിലാണെന്ന്. അപ്പൊ രാജാവിന് പെട്ടെന്ന് BP കയറാൻ തുടങ്ങി. ആര്യം അങ്ങനെ ഇതുവരെ ക്രോധാലയത്തിലൊന്നും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ ക്രോധാലയത്തിലൊക്കെ പോകുന്നത്. എന്തോ ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എവിടെ ക്രോധാലയത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി രാജാവ് നേരെ എങ്ങോട്ട് ഓടുന്നു? ക്രോധാലയത്തിലേക്ക് ചെന്നപ്പോ കാണുന്ന കാഴ്ച, തലമുടിയെല്ലാം അഴിച്ചിട്ട് സാരിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒതുക്കിയിട്ടല്ല, അങ്ങനെ എന്തോ ഒരു ഭ്രാന്തിയെ പോലെ നിലത്ത് കടന്ന് ഉരുളുന്നു. രാജാവിന് പേടിയായി, ഇതിന് വല്ല പ്രേതോ പിശാചോ എന്തെങ്കിലുമൊക്കെ കയറി പിടിച്ചു. എന്താണ് പെട്ടെന്ന് ഇപ്പൊ ഒരു അപസ്മാരം പോലെയൊക്കെ കാണിക്കുന്നത്? ഭയങ്കരമായിട്ട് ക്ഷോഭിതയായി അസ്വസ്ഥയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലമുടിയൊക്കെ വലിച്ചും ഒരു കാണുമ്പോ തന്നെ പേടിയാവുന്ന രൂപത്തില് രാജാവ് നേരെ ചെന്ന് തലയൊക്കെ എടുത്ത് തൻ്റെ മടിയിൽ വെച്ച് പ്രിയ ചാരുശീല എന്നൊക്കെ പറഞ്ഞ് അന്ന് അതൊരു സമാധാനിപ്പിക്കാനുള്ള വരികളും വാക്കുകളും പറഞ്ഞ് ശാന്തമാക്കാൻ നോക്കുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്ന കൈകേയിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതെന്താ സംഭവിച്ചത്? അപ്പൊ നമ്മളെ കൊണ്ടുപോവാണ് ഈ കഥയുടെ വേറൊരു ഭാഗത്തേക്ക്. അതായത് കൈകേയി ഇങ്ങനെ ആവാനുള്ളൊരു കാരണം എന്താണ്? അപ്പൊ ഇവിടെ കൊട്ടാരത്തില് രാജകുമാരനായി രാമനെ പട്ടാഭിഷേകം ചെയ്യുമ്പോഴാണ് വളരെ സന്തോഷമായി കൈകേയിക്ക്. കാരണം രാമനോട് അത്രയും സ്നേഹവും ഇഷ്ടവും പുത്രതുല്യം കണ്ടിരുന്നു രാമനെ. കാരണം രാമനും കൈകേയിയോട് കൗസല്യ മാതാവിനോട് കാണിക്കുന്ന അത്രയും ഒരു സ്നേഹവും ബഹുമാനവും കാണിച്ചത്. അപ്പൊ സ്വന്തം പുത്രനെ പോലെയാണ് ആരെ കണ്ടത്? രാമനെ കൈകേയി കണ്ടത്. ഒരുപക്ഷെ ഭരതനേക്കാൾ ഇഷ്ടം രാമനോടായിരുന്നു. കാരണം എന്നും ക്ഷേമവും ചോദിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ആളായിരുന്നു രാമൻ. അപ്പം പുത്രനെ
രാമനേക്കാളും സ്നേഹം ആരോടുണ്ടായിരുന്നു? കാരണം രാമന് തന്നെ അത്ര ഒരു കരുതൽ ഉണ്ടായിരുന്നു. കൈകേയിക്കറിയാം രാമൻ തന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ആ രാമന്റെ പട്ടാഭിഷേകത്തിൽ കൈകേയിക്കും വളരെ സന്തോഷം. ഈ സന്തോഷം കണ്ടുകൊണ്ടാണ് തൻ്റെ സഹായിയായ മന്ധര പൊട്ടി തെറിച്ചുകൊണ്ട് ചോദിക്കുന്നത്, മൂഢേ, നിന്റെ ഈ ചിരിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നീ എന്താ വിചാരിച്ചത്? നിനക്ക് എന്താ ഒരു ഭാവം? നീ വിചാരിച്ചിരിക്കുന്നു രാമൻ യുവരാജാവായാൽ നീ സുരക്ഷിതയാണെന്ന്? രാമൻ യുവരാജാവായി തീർന്നാൽ രാജമാതാവായി തീരുന്നത് കൗസല്യയാണ്. നിനക്കറിയാലോ കൗസല്യയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെ കണ്ടുകൂടാന്നുള്ളത്. എല്ലാം കൂടി നിന്നെ തൂക്കി പിടിച്ച് പുറത്തേക്കിടും. നീ എന്താ കരുതിയിരിക്കുന്നത്? നിനക്ക് ഈ കൊട്ടാരത്തിൽ പിന്നെ എന്താ സ്ഥാനമുള്ളത്? നീ ഇവിടെ പിന്നെ ആരാണ്? രാമൻ ഭരതനെ അവിടെ അടുപ്പിക്കുവോ? രാമന്റെ കൂടെ എപ്പോഴും നിഴല് പോലെ നടക്കുന്ന ലക്ഷ്മണനാണ്. അതുകൊണ്ട് രാമൻ ഭരതനെയും മാറ്റും. നിങ്ങൾ രണ്ടുപേരും കൊട്ടാരത്തിന്റെ പുറത്താവും. ഈ കാണുന്ന സന്തോഷവും സുഖവും ഒന്നും പിന്നീട് ഉണ്ടാവില്ല. അപ്പോ പെട്ടെന്ന് കൈകേയിയുടെ മനസ്സിലേക്ക് ആദ്യം പോയത്, നീ മൂഢത്വം പറയുന്നു, നീ എന്താ തെറ്റുകൾ പറയുന്നത്? രാമനേക്കാളും എനിക്ക് ആരോടും സ്നേഹമില്ല, രാമനും എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നൊക്കെ മന്ധരയോട് പറയുമ്പോൾ നിനക്ക് സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. നാളെ രാമൻ യുവരാജാവായാൽ കൗസല്യയ്ക്കും അതുപോലെ തന്നെ സുമിത്രയ്ക്കും അവിടെ സ്ഥാനം കിട്ടും. കാരണം രാമന് ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. രാമന്റെ കൂടെ നിഴല് പോലെ നടക്കുന്ന ആളാണ് ലക്ഷ്മണൻ. അതുകൊണ്ട് സുമിത്രയ്ക്കും അവിടെ സ്ഥാനം കിട്ടും. ഭരതനില്ലെങ്കിലും രാമന് രാജ്യം കൊണ്ട് നടക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഭരതനും നീയും കൊട്ടാരത്തിൽ നിന്നും പുറത്താവും. നിങ്ങളെ ഇനി ആരും മൈൻഡ് ചെയ്യില്ല. അപ്പോഴാണ് കൈകേയിക്ക് മനസ്സിൽ ഒരു ചിന്ത വരുന്നത്, ദശരഥ മഹാരാജാവ് അധികകാലമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ദശരഥൻ പോയാൽ പിന്നെ ഞങ്ങൾക്ക് കൊട്ടാരത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടാകുമോ? ഞങ്ങൾ ഇവിടെ അനാഥകളാവില്ലേ? ഞങ്ങളിവിടെ ആവശ്യമില്ലാത്തവരാവില്ലേ എന്നൊരു തോന്നൽ ആർക്ക്? കൈകേയിയുടെ ഉള്ളിൽ കുത്തിവെക്കാൻ ആർക്ക് പറ്റി? മന്ധരയ്ക്ക് പറ്റി. പിന്നീട് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്, നേരത്തെ നോക്കണം, കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള ഞങ്ങള് ഇത്രയും സുരക്ഷിതരാണെന്ന് തോന്നിയ കൈകേയിയെ കൊട്ടാരത്തിന്റെ പുറത്താണ് നിങ്ങളുടെ സ്ഥാനം 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 എന്ന് പറഞ്ഞ് ഈ കൈകേയി പാവം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നാളെ രാമൻ യുവരാജാവായാൽ ഞങ്ങളുടെ സ്ഥാനം കൊട്ടാരത്തിന്റെ പുറത്താണ്. നോക്കൂ, ആ മന്ധര ചെയ്ത ഒരു ബുദ്ധി എന്താണ്? കൊട്ടാരത്തിനകത്തുള്ള കൈകേയിയുടെ മനസ്സിനെ കൊട്ടാരത്തിന് പുറത്താണ് സ്ഥാനം നിങ്ങൾക്കെന്ന് ഉറപ്പിച്ച് നിർത്താൻ ആർക്ക് സാധിച്ചു? ആ ഒരു ട്രാക്കിലേക്ക്, അവളുണ്ടാക്കിയ ട്രാപ്പിലേക്ക്, മന്ധരയുടെ ബുദ്ധിയിലേക്ക് കൈകേയി വീണുപോയി. അപ്പൊ തനിക്ക് കൊട്ടാരത്തിന് പുറത്ത്, ഇപ്പൊ കൊട്ടാരത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സുരക്ഷിതത്വമില്ലായ്മ. ഞാൻ സുരക്ഷിതയല്ല, ഞങ്ങളെ ആർക്കും വേണ്ടാതാവും, ഞങ്ങൾ അനാഥരാവും, നിരാലംബരാവും, ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ എല്ലാം നെഗറ്റീവായിട്ട് കാണാൻ തുടങ്ങി. നേരത്തെ എല്ലാം രാമൻ എൻ്റെ മകനേക്കാളും വലുതാണ്, രാമൻ എന്നെ നോക്കും, രാമന്റെ കൈകളിൽ ഞാൻ സുരക്ഷിതയാണ്. കാരണം രാമൻ ഈ ഭരതൻ പോലും നോക്കാത്ത വിധത്തിൽ എന്നെ നോക്കാറുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത്രയും ഒരു വലിയ ഒരു രാമന്റെ മനസ്സ്. ഇതൊക്കെ അറിയുന്ന കൈകേയി ഇപ്പൊ അതേ രാമനെയല്ല സംശയിക്കുന്നത്. രാമൻ യുവരാജാവായാൽ അവിടെ കയറിക്കൂടുന്ന എല്ലാവരും സുമിത്രയെ നോക്കും, കൗസല്യയെ നോക്കും, എന്നെയും എൻ്റെ മകനായ ഭരതനെയും നോക്കുകയില്ലേ, ഞങ്ങൾക്കിനി കൊട്ടാരത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് കൈകേയി വീണുപോയി. അപ്പൊ ദശരഥ മഹാരാജാവിന്റെ കാലശേഷം ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ ആരുമല്ലാതെ തീരുന്ന ഇത് ഉറപ്പിച്ചു നിർത്താൻ, ഇത് കൈകേയിയുടെ മനസ്സിൽ ഒന്ന് ബലപ്പെടുത്താൻ ആർക്ക് സാധിച്ചു? ഈ മന്ധരയ്ക്ക് സാധിച്ചു. നിങ്ങൾ നോക്കൂ, സംശയാത്മാ വിനശ്യതി എന്നാണ്. പലപ്പോഴും ഈ കുടുംബങ്ങളിലൊക്കെ കലഹമുണ്ടാവുന്ന എങ്ങനെയാണ്? ഈ തരത്തിലുള്ള സംശയങ്ങളും ഇങ്ങനെയുള്ള ഒരു അകൽച്ചകളും ഉണ്ടാക്കി ഇതിനെ മുതലെടുത്ത് തമ്മിൽ തെറ്റിക്കുന്നവരാണ്. ആണോ?
ആണോ അല്ലയോ? അങ്ങനെയാണ് പലപ്പോഴും കുടുംബങ്ങളിലും മറ്റുമൊക്കെ കലഹങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കുന്നത്. ഈവൻ ഏത് സമൂഹത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. അതായത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ബന്ധങ്ങളെ അകറ്റാൻ പലർക്കും സാധിക്കും. മനസ്സിലായില്ലേ? ഈ പണ്ട് കാലത്തെ ഈ കൂട്ടുകുടുംബങ്ങളൊക്കെ തകർന്ന എങ്ങനെയാണ്? അധികം പെൺകുട്ടികളെ കുറ്റം പറയുക. കാരണം ഈ വന്ന പെൺകുട്ടികളൊക്കെ ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും, ദേ നിങ്ങൾക്ക് പോലും തരാതെ നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് അവന് കൊടുക്കണു, സ്വത്ത് ഇവൾക്ക് കൊടുക്കണു, നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളൊരു പൊട്ടനായിട്ട് ഇവിടെ ഇരിക്കും, പൊട്ടനായിട്ടിരിക്കും എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ കാതിൽ ഇങ്ങനെ മന്ത്രങ്ങൾ ഉപദേശിച്ച് നാളെ നിങ്ങൾ അച്ഛനോട് എന്ത് ചോദിക്കണം? ഷെയർ ചോദിച്ചിട്ടില്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്കൊന്നും തരില്ല എന്ന്. ഈ പാവം പൊട്ടൻ പോയിട്ട് സ്വത്ത് ചോദിക്കുകയും ചെയ്യും. അതോടുകൂടി അച്ഛൻ അവിടുന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. പിന്നെ അവിടുന്ന് തുടങ്ങി പിന്നെ അച്ഛനോട് ശത്രുത, അമ്മയോട് ഉണ്ടോ ഇല്ലയോ? ഞാൻ പറയുന്നത് ശരിയാണോ? ഇതുപോലെ മന്ദരയുടെ രൂപത്തിൽ പലപ്പോഴും പണ്ട് കാലത്ത് മരുമക്കളായിരുന്നു വരാറ്. ഇപ്പുണ്ടോ അറിയില്ല. പഴയ കാലത്ത് ഈ കൂട്ടുകുടുംബങ്ങളൊക്കെ പൊളിച്ചതിന്റെ പിന്നിൽ ധാരാളം സ്ത്രീകൾക്ക് അതിലൊരു പങ്കുണ്ടായിരുന്നോ ഇല്ലയോ? അത് അന്നൊക്കെ അവരാണ് ആരുടെ രൂപത്തിൽ വരിക? മന്ദരയുടെ രൂപത്തിൽ. മന്ദര എന്ന് പറഞ്ഞാൽ ആരാണ്? മനസ്സിനെ മദനം ചെയ്യുന്നവളാണ് മന്ദര എന്ന് പറയുന്നത്. അതായത് ശാന്തമായി കടന്നൊരു മനസ്സിന്റെ ഉള്ളിൽ അസ്വസ്ഥതയുടെ മദനം സൃഷ്ടിക്കുന്നവരെയാണ് എന്ത് പറയാ? മന്ദര. ഇന്നത്തെ കാലത്ത് മന്ദരമാരുണ്ടോ? ഇന്നത്തെ കാലത്ത് മന്ദരമാരുണ്ടാവുമോ? മിണ്ടാത്തത്. ഇന്നത്തെ കാലത്ത് മന്ദരമാരുണ്ടാവൂല്ലയോ? ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരുണ്ടാവുമോ? തമ്മിൽ തെറ്റിക്കുന്നവരുണ്ടാവുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ബന്ധങ്ങളെ വഷളാക്കുന്നവരുണ്ടാവുമോ? ഉണ്ടാവില്ല. മന്ദര ശാശ്വതയാണ്. മന്ദര ശാശ്വതമായിട്ടുണ്ടാവും. കാരണം അവരുടെ ജോലി എന്താണ്? എവിടെ നല്ല ബന്ധങ്ങളുണ്ടോ അതൊക്കെ എങ്ങനെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി, സംശയങ്ങൾ ഉണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങൾ ഉണ്ടാക്കി, അടിപിടി ബഹളം ഉണ്ടാക്കി പിരിയിക്കുക എന്നുള്ളതാണ്. ആണോ? മന്ദര അതിൽ വിജയിച്ചു ഇല്ലേ? കൈകേയി മന്ദരയുടെ ചിന്തയിലേക്ക് വീണുപോയി. അപ്പൊ അതുവരെ കൈകേയി വിചാരിച്ചത് കൊട്ടാരത്തിൽ ഞാൻ സുരക്ഷിതയാണ്, കാരണം രാമൻ എന്നെ സ്നേഹിക്കുന്നു, മനസ്സിലായില്ലേ? എന്നോടുള്ള ബഹുമാനം. എന്നാൽ മന്ദര എന്ത് ചെയ്തു? ആ കൈകേയിയുടെ മനസ്സിനെ എങ്ങോട്ട് കൊണ്ടുവന്നു? കൊട്ടാരത്തിന്റെ അകത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചു. രാമന്റെ കൂടെ കൗസല്യ, ലക്ഷ്മണന്റെ കൂടെ സുമിത്ര, ആ പരിവാരങ്ങള്. അവിടെ നിനക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല, നിന്റെ സ്ഥാനം പുറത്താണ്. അപ്പൊ കൈകേയിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി. ഇപ്പൊ കൊട്ടാരത്തിനകത്ത് കൗസല്യ സുമിത്രയൊക്കെ കടന്ന് വലസുകയാണ്. ഞാനാണെങ്കിലോ റോഡിൽ കടന്നിട്ട് നീ കടക്കണോ? അപ്പൊ ഇത്രയും ദിവസം ഞാൻ കൊട്ടാരത്തിനകത്ത് സുരക്ഷിതയായി എല്ലാ സുഖം എല്ലാം അനുഭവിച്ച്, ഇപ്പൊ തോഴിമാരൊക്കെ റാണി രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തി കൊണ്ടു നടന്ന ഞാൻ ഇനിയിപ്പോ റോട്ടിൽ നടക്കുമ്പോൾ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഇപ്പൊ റോട്ടിൽ നടക്കുമ്പോൾ ഏത് രൂപത്തിലാണ് കാണുക? ഇതുവരെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യാൻ 500 പോലീസുകാരും 400 ഡിവൈഎസ്പിമാരും 350 DGPമാരും ഇതൊക്കെ ആയിട്ട് നടന്ന ആൾ ഇപ്പൊ പോലീസുകാരൻ പോലും കൂടെ ഇല്ലാത്ത ഒരാള്. ഈ അവസ്ഥയിലായിരിക്കും എന്റെ അവസ്ഥ ഇല്ലേ? കൊട്ടാരത്തിലുള്ള തോഴിമാരൊക്കെ റാണി രാജ്ഞി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുകഴ്ത്തി നടന്നത് ഇനിയിപ്പോ രാജ്ഞിമാരൊക്കെ അവരാണ്. ഞാൻ റോട്ടിൽ നടക്കുമ്പം എന്നെ ആരും അതാ കൈകീയല്ലേ പൊട്ട സാധനം എന്ന്, ദശരഥ മഹാരാജാവ് കൊണ്ടു നടന്ന ഭാര്യയല്ലേ എന്നുള്ള രീതിയിലേ കാണുന്നുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ദുർവിധി തൻ്റെ ജീവിതത്തിൽ വരും എന്ന ഒരു ചിന്ത കൈകേയിയുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ ആർക്ക് പറ്റി? മന്ദരയ്ക്ക്. അതോടുകൂടി കൈകേയി ചിന്തിക്കാൻ തുടങ്ങി, ഇതിനെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന്. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നില്ല. അപ്പോഴാണ് മന്ദര ഓർമ്മിപ്പിച്ചത്, നിനക്കറിയോ, നിനക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ രാജാവ് പണ്ട് തന്നെ നിനക്ക് 2 വരങ്ങൾ തന്നിട്ടുണ്ട്. അതും കൂടി കേട്ടപ്പോഴേക്കും സന്തോഷമായി. കാരണം ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും. 2 വരം പണ്ട് ആ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ദേവാസുര യുദ്ധത്തിൽ രഥചക്രം തകർന്നു പോയപ്പം നീ വിരല് വെച്ചുകൊണ്ട് ആ രഥചക്രം തകർന്നു പോവാതെ പിടിച്ചു നിർത്തിയത് കൊണ്ട് രാജാവിന് യുദ്ധം ജയിക്കാൻ സാധിച്ചു. അന്ന് രാജാവ് നിനക്ക് 2 വരം തന്നിരുന്നു. അപ്പൊ നീ രാജാവിനോട് പറഞ്ഞോ,
ഇതവിടെ നിന്നോട്ടെ, എനിക്ക് സമയം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം, ഒരു FD പോലെ അവിടെ കിടക്കട്ടെ, പിന്നീട് ഞാനത് ശരിയാക്കി എടുത്തോളാം എന്നുള്ള രീതിയിൽ അന്ന് 2 വരങ്ങൾ തന്നത് നീ ഓർക്കുന്നുണ്ടോ? അപ്പൊ കൈകി പറഞ്ഞു ഓർക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതാണ് അവസരം. അതും മന്ദര പറഞ്ഞു കൊടുത്തു. എന്താ ചോദിക്കേണ്ടത്? എന്താ ചോദിക്കേണ്ടത്? ഒന്നാമത്തെ വരം, യുവരാജാവായിട്ട് രാമന് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എടുത്തുകൊണ്ട് ആ കിരീടം എൻ്റെ പുത്രനായ ഭരതന്റെ തലയിൽ വെച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ രാമനെ യുവരാജാവാക്കരുത്, മറിച്ച് ഭരതനെ യുവരാജാവാക്കി വാഴിക്കണം. അപ്പൊ പിന്നെ ഞാൻ സുരക്ഷിതയല്ലോ, എന്നെ ആരും ഗെറ്റ് ഔട്ട് അടിക്കില്ലല്ലോ, പറയില്ലല്ലോ പുറത്തു പോകാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തതോ, ഇനി അപ്പം കൈകേയിക്ക് പേടിയുണ്ട്, ഈ മന്ദരയ്ക്ക് പേടിയുണ്ട്. കാരണം ഒരു രാജപാരമ്പര്യം എന്ന് പറയുന്നത് മൂത്ത പുത്രനെ രാജാവാക്കി വാഴിക്കലാണ്. ഇക്ഷ്വാകു വംശത്തിന്റെയും ഏത് വംശത്തിന്റെയും ചരിത്രതാണ്. അപ്പൊ ഒരു പതിവ് തെറ്റിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ എതിർക്കും. എന്ന് മാത്രല്ല, കൈകേയി ആ മന്ദര വളരെ പവർഫുൾ ലേഡിയാണ്. കാരണം രാജാവ് ഒരു ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം, ഇന്ന് അങ്ങനെയല്ലേ ഭാഷ പറയുക, അല്ലെങ്കിൽ രാജാവ് ഗുരുക്കന്മാരും മന്ത്രിമാരും ചേർന്നെടുത്തൊരു തീരുമാനം, ഒരു സ്ത്രീ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ആര് വില വെക്കണം? ഒരു സ്ത്രീ എടുക്കുന്ന തീരുമാനത്തിനെ ഇന്നാണെങ്കിൽ വില വെക്കുമോ? ഒരു രാജാവും കൂട്ടരും എടുക്കുന്ന തീരുമാനം, കൊട്ടാരത്തിന്റെ ഉള്ളില് മന്ത്രിമാരോട് ചേർന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനം, നാളെ അത് തലതിരിച്ച് മാറ്റാൻ ഒരു ഭാര്യ ശ്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? രാജാവ് എടുത്ത തീരുമാനത്തെ തലതിരിക്കാൻ ഒരു ഭാര്യ ശ്രമിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഭാര്യയുടെ തല അവിടെ കൊണ്ട് തീർന്നിട്ടുണ്ടാവും. പഴയ കാലത്തൊക്കെ അങ്ങനെയുള്ള രാജാക്കന്മാരുണ്ടായില്ലേ? അങ്ങനെയുള്ള രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നത്തെ ഒരു ഭാരതത്തിന്റെ ഒരു സംസ്കാരം നോക്കൂ നിങ്ങൾ. രാജാവെടുത്ത തീരുമാനമാണെങ്കിലും ചില ധാർമ്മികമായ ഉത്തരവാദിത്വം രാജാവ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഏറ്റെടുത്തതിനെ രാജാവ് നിറവേറ്റാൻ ബാധ്യസ്ഥമാണ്. ഇപ്പൊ രാജാവ് തന്നിരിക്കുന്ന 2 വരമുണ്ടല്ലോ, ആ 2 വരങ്ങള് രാജാവ് എടുത്ത തീരുമാനത്തെക്കാൾ വലുതാണ്. അന്നത്തെ കാലത്ത് ആ ബോധം അന്നത്തെ സമൂഹത്തിനുണ്ടത്. അപ്പൊ അന്ന് ധാർമ്മികതയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ഒരാൾ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ അത് അയാളുടെ ഉത്തരവാദിത്വത്തെക്കാൾ വലുതാണ്. ആ ഉത്തരവാദിത്വത്തെക്കാൾ അയാളുടെ ശ്രേഷ്ഠമാണ് അയാൾ എടുത്തിരിക്കുന്ന പ്രതിജ്ഞകൾ. അത് കൈകേയിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ കൈകേയി ഒരു കാര്യം കൂടി മനസ്സിലാക്കി, ജനങ്ങൾ എൻ്റെ നേരെ തിരിയാതിരിക്കണമെങ്കിൽ രാമൻ അവിടെ നിൽക്കരുത്. കാരണം എല്ലാവർക്കും ഭരതനേക്കാളും ഇഷ്ടം ആരെയാണ്? രാമനെയാണ്. അപ്പൊ ഭരതൻ ചക്രവർത്തിയായാൽ രാമൻ അവിടെ ഒരിക്കലും ഉണ്ടാവരുത്. അതിനിപ്പോ എന്താ വഴി? രാമനെ അവിടെ നിന്നും അകറ്റണം. രാമനെ ഇപ്പൊ എങ്ങോട്ടാ പറഞ്ഞയക്കുക? അതിനുള്ള എളുപ്പ വഴി രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ. എന്താ കാട് തിരഞ്ഞെടുക്കാൻ കാരണം രാമൻ കാട്ടിൽ പോകാൻ രാമന് ബുദ്ധിമുട്ടില്ല. വിശ്വാമിത്ര മഹർഷിയെ പോലുള്ള മഹർഷിമാരുടെ ആശ്രമത്തിലൊക്കെ കുറേ കാലം രാമൻ അവിടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് രാമന് കാട്ടിൽ അത്ര ബുദ്ധിമുട്ടൊന്നും, പല മഹർഷിമാരുടെയൊക്കെ കൂടെ ഇരുന്നോളും, അതൊന്നും പ്രശ്നമില്ല രാമന്റെ കാര്യം. അപ്പൊ ഒരു 14 കൊല്ലം ആരെ മാറ്റണം? രാമനെ മാറ്റണം. എന്താ 14 കൊല്ലം എന്ന് പറയാൻ കാരണം? അവർ 5 കൊല്ലമൊക്കെ പോരായിരുന്നില്ലേ? അല്ലെ ഒരു 3-4 കൊല്ലമൊക്കെ പോരായിരുന്നില്ലേ? 14 കൊല്ലം രാമനെ കാട്ടിലേക്ക് അയക്കണം എന്നുള്ളൊരു വാശി എന്തായിരുന്നു കൈകേയിക്ക്? അങ്ങനെ അതിൽ വല്ല കാരണങ്ങൾ ഉണ്ടായിരിക്കുമോ? ഈ 14 വർഷം എന്ന് പറയുന്നത് അതെന്തായിരിക്കും എടുത്തു പറയാൻ കാരണം? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുണ്ടോ വല്ലതും? 14 കൊല്ലം രാമൻ കാട്ടിൽ നിൽക്കണം എന്ന് പ്രത്യേകം മന്ദര കൈകേയിയോട് പറയാൻ കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ ദശരഥനോട് ചോദിക്കാൻ പറയാൻ കാരണം എന്തായിരിക്കും? 14 എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? 14 എന്ന് പറയുന്നത് മനസ്സിലാക്കിയില്ല നിങ്ങള്? 14 എന്നുള്ളതിന് വല്ല പ്രത്യേകതയുണ്ടോ? ഈ ജീവപര്യന്തം തടവെന്ന് കേട്ടിട്ടുണ്ടോ? അത് എത്ര വർഷം അറിയാം നിങ്ങക്ക്?
എത്ര? ജീവപര്യന്തം എന്ന് പറയുന്നത് 14 വർഷമാണ്. എത്രയാണ്? 14. പിന്നെ അവര് കൂട്ടി ഒരു 14 വർഷം. പിന്നെ ഡബിൾ പനിഷ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കയറിപ്പോവും. അപ്പൊ 14 എന്ന് പറയുന്നത് ഒരാള് 14 വർഷം രാജ്യത്തിൽ നിന്ന് പുറത്താണെങ്കിൽ, ഇന്നും അങ്ങനെയുണ്ട്, ഒരാള് 14 വർഷം ജയിലിലാണെങ്കിൽ അയാൾക്ക് അയാളുടെ പ്രോപ്പർട്ടിയിലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ അയാൾക്ക് പിന്നീട് ഒന്നിനും അധികാരമുണ്ടാവില്ല. അപ്പൊ 14 വർഷം ഒരാള് മാറി നിന്നാൽ അയാളുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടും. ഇന്നിപ്പോ 14 വർഷം ജയിലിൽ കിടന്നാൽ അധികാരം നഷ്ടപ്പെടില്ലേ? കാരണം ടാക്സ് ഒക്കെ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ പേരിൽ. അതുകൊണ്ട് പിന്നെ അയാള് ജയിലിലാണെങ്കിലും പണ്ട് കാലത്ത്, ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തല്ല, ഇപ്പൊ ഒരു 14 വർഷം ഒരാൾ പുറത്താന്ന് വിചാരിക്കും. അപ്പൊ സുകുമാരക്കുറുപ്പ് 14 കൊല്ലം പുറത്താണ്. സുകുമാരക്കുറുപ്പിന്റെ പ്രോപ്പർട്ടിയിലുള്ള അവകാശം അയാൾക്ക് നഷ്ടപ്പെടും. അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു നിയമവ്യവസ്ഥ. രാമായണ കാലഘട്ടത്തിൽ തന്നെ ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് വന്നിരിക്കുന്നത് രാമായണ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ചില നിയമവ്യവസ്ഥകൾ പണ്ടുള്ള രാജാക്കന്മാർ പിന്തുടർന്നിരുന്നു. 14 വർഷം ഒരാളെ കുറിച്ച് ഒന്നും അറിയുന്നില്ലെങ്കിൽ അയാൾക്ക് പിന്നീട് തിരിച്ചു വന്നാൽ അയാളുടെ അവകാശങ്ങളും അധികാരങ്ങളും ചോദിക്കാൻ യാതൊരു അവകാശവുമില്ല. രാമൻ 14 കൊല്ലം കാട്ടിലിരുന്നാൽ പിന്നെ രാമന് അയോധ്യയുടെ മുകളിൽ യാതൊരു അധികാരവും ഉണ്ടാവില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് രാമനെ 14 കൊല്ലത്തേക്ക് എങ്ങോട്ട് അയക്കാം? കാട്ടിലേക്ക് അയക്കാം. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചു. ഇനി ഇത് രണ്ടും ആ ദശരഥനോട് ചോദിക്കുന്ന ആ ഘട്ടം, ആ സമയത്ത് ദശരഥൻ എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുന്നത് എന്നൊക്കെയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ രാമായണം വളരെ ഈ ഒരു ഭാഗം വളരെ പ്രക്ഷുബ്ധതയുടെ, സങ്കീർണതയുടെ, യുദ്ധത്തിന്റെ, മനസ്സിന്റെ ചാഞ്ചല്യത്തിന്റെ ഒരു ഭാഗമാണ്. എല്ലാവരുടെയും മനസ്സ് അതുവരെ രാമനെ പട്ടാഭിഷേകം ചെയ്ത് യുവരാജാവായി വാഴിക്കാന്നുള്ള സന്തോഷത്തിലും ഉത്സവത്തിലും ആനന്ദത്തിലും നിറഞ്ഞുന്ന കൊട്ടാരം ഇനി അങ്ങോട്ട് ദുഃഖത്തിന്റെയും വേദനയുടെയും അസ്വസ്ഥതയുടെയും സംഘർഷങ്ങളുടെയും കൊട്ടാരമായി മാറി. മനസ്സിലായില്ലേ? അതായത് നല്ല മഴക്കാലത്ത് നല്ല വെയിലുദിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കാർമേഘം വന്ന് നിറയുമ്പോൾ ഇരുണ്ടടച്ചതായി മാറുന്നത് പോലെയാണ് ആ ദശരഥ കൊട്ടാരം. സന്തോഷത്തിൽ നിറഞ്ഞു നിന്ന കൊട്ടാരം ഒരു ദിവസം കൊണ്ട് മുഴുവൻ ദുഃഖത്തിന്റെ, വേദനയുടെ, ഒരു അസ്വസ്ഥതയുടെ ഒരു കൊട്ടാരമായി മാറുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങള്, ഈ അന്തരീക്ഷങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിലും സംഭവിക്കാം. മനുഷ്യന്റെ ഉള്ളിൽ സ്വാർത്ഥത, മനുഷ്യന്റെ ഉള്ളിലുള്ള ധാർഷ്ട്യം, അഹങ്കാരം, ഇത്തരം ദുർബലതകൾ എപ്പോഴാണ് പൊട്ടി മുളച്ച് കൂടുതൽ ശക്തിപ്പെട്ട് താളം തെറ്റിക്കുക എന്ന് മനുഷ്യന് അറിയില്ല. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്വാർത്ഥതയും, രണ്ടാമത്തത് മനസ്സിനുള്ള യോഗ്യതകളായ നേരത്തെ പറഞ്ഞ ക്ഷമ, സഹനശക്തി, മനസ്സിലായില്ലേ, ത്യാഗം, ഇങ്ങനെയൊക്കെയുള്ള ചില മൂല്യങ്ങളും. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള ഒരു യുദ്ധം, ഇതിന്റെ പേരാണ് ധർമ്മ അധർമ്മ യുദ്ധം. ഇത് പുറത്തുള്ള യുദ്ധമല്ല, ഇത് അവനവന്റെ മനസ്സിൽ നടക്കുന്ന യുദ്ധമാണ്. അപ്പൊ ഇവിടെ രാമായണം തുടങ്ങിയുള്ള കൃതികളൊക്കെ സ്വന്തം മനസ്സിൽ നടക്കുന്ന ധർമാധർമ്മ യുദ്ധങ്ങൾ. അധർമ്മം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. ധർമ്മം എന്ന് പറയുന്നത് ക്ഷമയുടെയും സഹനശക്തിയുടെയൊക്കെ ഭാവങ്ങളാണ്. ഇതിലേതിനാണ് കൂടുതൽ കരുത്ത്, ആ ഒരു ഭാഗമായിരിക്കും ജയിക്കുന്നത്. സ്വാർത്ഥതയ്ക്കാണ് ശക്തിയെങ്കിൽ സ്വാർത്ഥതയാണ് തൽക്കാലം ജയിക്കുക. അത് പിന്നീട് വലിയ ദുരന്തത്തിലും ദുഃഖത്തിലും വേദനയിലും മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നു. മനസ്സിലായില്ലേ? ഇത് ശരിക്കും നമ്മൾ പഠിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വീടുകളിലും ഇത്തരത്തിലുള്ള സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പെരുമാറ്റങ്ങള്, മന്ദരയും കൈകേയും ഒക്കെ മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നത്. ആ കുടുംബ ജീവിതം താളം തെറ്റി സ്വസ്ഥമായൊരു ജീവിതം അവർക്ക് ഇല്ലാതാവുന്നത്. അപ്പൊ അവിടെയൊക്കെയാണ് എല്ലാവരിലും ഇത്തരം മൂല്യങ്ങൾ, ക്ഷമയുടെയും സഹനശക്തിയുടെയും ത്യാഗത്തിന്റെയും ഒക്കെ ഒരു മൂല്യങ്ങള്, ആ മൂല്യമുണ്ടെങ്കിൽ സ്വാർത്ഥ വിചാരങ്ങളെല്ലാം കുറെ മാറി
ഒരു വലിയ ഒരു സഹകരണത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ജീവിതം അവിടെ ഉണ്ടാവും. പക്ഷെ ആ മൂല്യങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല. അതിന് ഗുരുത്വം വേണം, അതിന് കുറെ ദൈവീകത വേണം. അതാണ് നമുക്ക് രാമായണത്തിലൂടെ കാണിച്ചു തരുന്നതും നേടിയെടുക്കേണ്ടതും. അത് നമുക്ക് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചു വേഗം വരിക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ജാനകീ ജീവനസ്മരണം.